soul, bless me every day. God will make a way with love and strength, blessing every moment, kindness and grace, joyful and happiness with love and strength. Okay, anything else? Okay, thought of the day. Good afternoon, everyone. Thought of the day. Don't be afraid of going slowly. Be afraid of only standing still. നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഭേദം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. I repeat my words. Don't be afraid of going slowly. Be afraid of only standing still. Thank you. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളുടെ ആ തുടക്കത്തിലെ ഒരു സൈനിങ് ആക്ഷൻ സോങ് ഭയങ്കരമായിരുന്നു. ഒരു ടീമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെവിടെ പോയി? ആരും പിന്നെ കാണാനും ഇല്ല. അത് ആക്ച്വലി എന്താണെന്ന് വിചാരിച്ചാൽ ടീച്ചർ ഒരേ ഒരാളിനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ചെയ്യുന്നവർക്ക് കൂടി മടുപ്പ് വന്നത്. കാരണം റൊട്ടേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ ഇത് ചെയ്തവർ തന്നെയാണ് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. അതാണ്. ഞാൻ എന്നിട്ട് റെഫറൻസ് ആയിട്ട് പ്രീവിയസ് ബാച്ചുകളോടൊക്കെ പറയുമായിരുന്നു നിങ്ങളുടെ ബാച്ച് ഇങ്ങനെയാണെന്നുള്ളത്. ഓക്കെ ഫൈൻ, വി ക്യാൻ സ്റ്റാർട്ട്. നമ്മൾ എവിടെ വരെയായി? ടീച്ചർ ഫ്രീഡം ലിമിറ്റ്സിന്റെ 3rd പോയിന്റ് വരെ പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അല്ലേ? യെസ് ടീച്ചർ. റെസ്പെക്ട് ദ എൻവയോൺമെന്റ് അതുവരെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു അസസ്മെന്റ് ടൂളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ്. ഏതാണ് ടീച്ചർ? കുട്ടികളുടെ ഏജ് അനുസരിച്ച് അവരെ ഡിവൈഡ് ചെയ്ത് 4 പാർട്സ് ആയിട്ട് ഒരു നോട്ട്ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഫ്രീഡം ഏതായിരുന്നു? ഫ്രീഡത്തിന്റെ പല വേർഷൻസ് ഉണ്ട്. അതിൽ ഫ്രീഡം. യെസ് ടീച്ചർ. അതിൽ ഫ്രീഡം ലിമിറ്റ്സിന്റെ റെസ്പെക്ട് ടു ദ എൻവയോൺമെന്റ് അത്. Respect to the environment. Okay. Yes, teacher.
ഓക്കെ, സോ മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഫ്രീഡം എന്ന് പറയുന്നത് there are limits, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എന്നുള്ളതാണ് മോണ്ടിസോറി എൻവയോൺമെന്റ്. മോണ്ടിസോറി എൻവയോൺമെന്റ് മാത്രമല്ല, നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ തന്നെ ആ ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ്, നമ്മൾക്കും നമ്മളുടെ കുട്ടികൾക്കും. കാരണം അത് ആ ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ആൾ അറിയുന്നില്ല. ദർ ഈസ് സം കൺട്രോൾ, ദർ ഈസ് സം ലിമിറ്റ്സ്, ബട്ട് ഹി ഈസ് എൻജോയിങ്. ആ കുട്ടി അത് എൻജോയ് ചെയ്യുവാണ്. കാരണം എന്താണോ അവര് ചെയ്യുന്നത് അതിനെ അവർ വല്ലാതെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു. അല്ലാണ്ട് തോന്നിയതൊക്കെ ചെയ്യാം എന്നുള്ള ഫ്രീഡം അല്ല. ശരിക്കും ഫ്രീഡം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അതല്ല. നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് ഒരാൾക്കോ സറൗണ്ടിങ്സിനോ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനോ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ഫ്രീഡം ആയിരിക്കണം. റെസ്പെക്ട് ടു ദ എൻവിയോൺമെന്റ്, നമ്മൾ റെസ്പെക്ട് ഫോർ അതേഴ്സ് പറഞ്ഞു, റെസ്പെക്ട് ഫോർ മെറ്റീരിയൽസ്, ആ ഒരു എൻവിയോൺമെന്റ് യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിനെയും റെസ്പെക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ വാട്ട് വി ആർ ഷോയിങ് ദാറ്റ് ദേ ആർ ഫോളോയിങ്, ആ ഒരു രീതിയിലാണ് മോണ്ടിസോറി മെത്തേഡിൽ. മോണ്ടിസോറി മെത്തേഡിൽ മാത്രമല്ല, വി ക്യാൻ ഫോളോ ദാറ്റ് റൂൾ ഇൻ അവർ ഹോം ഓൾസോ. വാട്ട് വി ആർ ഡൂയിങ് ദേ ആർ സീയിങ് ദാറ്റ് ആൻഡ് ദേ ആർ ഫോളോയിങ് ദാറ്റ്. നമ്മൾ എങ്ങനെ നല്ല പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യുന്നു, കുട്ടി അത് ഒബ്സർവ് ചെയ്യുന്നു, അതുപോലെ അത് ചെയ്യാൻ ശ്രമിക്കും. നമ്മളെങ്ങനെ ഡ്രസ് ചെയ്യുന്നു, കുട്ടി അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ കൈ കഴുകുന്നു, അവരും അത് കാണും. ഭക്ഷണത്തിന് ശേഷം കൈ കഴുകും, അതും അവര്. ഓക്കെ, നമ്മൾ നല്ല നീറ്റായിട്ട് ഡ്രസ് ചെയ്യുന്നു, നമ്മൾ നീറ്റായിട്ട് നമ്മുടെ ഹെയർ കോംപ് ചെയ്ത് വെക്കുന്നു. അപ്പൊ അതെല്ലാം ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുഞ്ഞുങ്ങൾക്കുണ്ട്. സോ ലെറ്റ് ദം ഇമിറ്റേറ്റ് ദ പോസിറ്റീവ് തിങ്സ്. അപ്പോ വി ഹാവ് ടു, ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഷോ ദം ദ പോസിറ്റീവ് തിങ്സ്, അല്ലേ? യെസ് ടീച്ചർ, തീർച്ചയായും. അവര് കാണുന്നുള്ളൂ. ഇവരാരും വില്ലന്മാരായിട്ടോ ഒന്നും അല്ലല്ലോ ജനിക്കുന്നേ. വളരെ ഇന്നസെന്റ് ആയിട്ട് ജനിക്കുന്നു. ചുറ്റും കാണുന്നതാണ് അവര്, ചുറ്റും നടക്കുന്നത് അവർ കാണുന്നു. സോ ദേ ആർ ഫോളോയിങ് ദാറ്റ്. ഓക്കെ, അതാണ് എൻവിയോൺമെന്റ് ഇവരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ലെറ്റ് ദം ട്രൈ ടു മേക്ക് ദാറ്റ് എൻവിയോൺമെന്റ് മോർ ബ്യൂട്ടിഫുൾ. നല്ല രീതിയിൽ ആ എൻവിയോൺമെന്റ് ആക്കാം. അപ്പൊ അവരത് ചെയ്യുന്നു. പണ്ട് വനിതാ മാഗസീനിലൊരു കഥ ഉണ്ടായിരുന്നു, എനിക്ക് എന്റെ പേരല്ല, ഒരു നോവല്. അതിൽ വരുന്ന നോവലുകളൊക്കെ വായിക്കാനൊരു രസമുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാല് കുറെ കൂടെ നമ്മളതിനകത്ത് ഇൻവോൾവ് ആവും. ഫാമിലി സ്റ്റോറീസ് അങ്ങനെ നമുക്ക് പറ്റുന്നത്. അപ്പൊ അതിനകത്ത് ഒരു സ്റ്റോറി വന്നതിന്റെ പേരൊക്കെ മറന്നുപോയി. ഒരു അമ്മ ഒരു മാരേജ് ചെയ്യുന്നു. ഒട്ടും താല്പര്യമില്ലാത്തൊരു മാരേജ് ആയിരുന്നു. അതിൽ അവർക്ക് 2 കുട്ടികൾ ഉണ്ടാകുന്ന, ഒരു മോളും ഒരു മോനും. മോള് എക്സാക്ട്ലി സിമിലർ ടു മദർ, അമ്മയുടെ അതേപോലെ നേച്ചർ, ക്യാരക്ടർ, വളരെ ശാന്തമായ അങ്ങനെ. പക്ഷെ മകൻ, ഇവരുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മദ്യപിക്കും, ഇവരെ ഉപദ്രവിക്കും, ഭയങ്കരമായിട്ട് ഇവരെ ടോർച്ചർ ചെയ്യുക, ഫിസിക്കലി മെന്റലി ഒക്കെ ടോർച്ചർ ചെയ്യുക. അയാളങ്ങനെ അസുഖം വന്ന് മരിച്ചു പോകും, അങ്ങനെയാണ് കഥയില്. പക്ഷെ മകൻ നേരെ അയാളുടെ ആ ഒരു ക്യാരക്ടർ മകനിലേക്ക് വരികയാണ്. നമുക്കറിയാം ക്രോമസോംസ്, ജീൻസിന്റെ കാര്യം. പാരന്റൽ സൈഡിൽ നിന്ന് 23 ക്രോമസോംസും മദർ സൈഡിൽ നിന്ന് 23, അങ്ങനെ 46 ക്രോമസോംസ് വരും. അങ്ങനെ ഇവരുടെ ജീനില് അവരുടെ ആ ബിഹേവിയർ പാറ്റേണിൽ ആ ഒരു ഇത് വരും. പക്ഷെ ഇവരെ ശരിയായ ഒരു എൻവിയോൺമെന്റിൽ കൊണ്ടുവരുവാണെങ്കിൽ കുറെയൊക്കെ ഈ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. ബട്ട് ഈ അമ്മ വളരെ സ്ട്രഗിൾ ചെയ്യുന്നു ഈ മകനെ വളർത്താൻ വേണ്ടിയിട്ട്. അച്ഛനെ പോലെ തന്നെ ഏറെക്കുറെ മകനായി മാറുന്നു, ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ അതൊരു ടോക്സിക് റിലേഷനാണ് ആ പെൺകുട്ടിയെ സംബന്ധിച്ച്. പേടിച്ചു വരച്ചാണ് ആ പെൺകുട്ടി ഇവനുമായിട്ട് കഴിയുന്നത്. അവസാനം അമ്മ പായസം ഉണ്ടാക്കി അതിൽ പോയ്സൺ ചേർത്ത് മകന് കൊടുക്കുന്നു. അങ്ങനെ ആണ് ആ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. അപ്പോ നമ്മള് ഇങ്ങനെയൊക്കെ ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നല്ലൊരു എൻവിയോൺമെന്റിലൂടെ കുട്ടികളെ വളർത്തിയാൽ അവരുടെ ക്യാരക്ടറിൽ നല്ല ചേഞ്ചസ് വരുത്താൻ പറ്റും എന്നാണ് പറയുന്നത്. വില്ലന്മാരായിട്ട് ആരും ജനിക്കുന്നില്ല. ഒരു ഇപ്പൊ അങ്ങനെ ഇല്ല, പക്ഷെ എന്നാലും പണ്ടൊക്കെ നമ്മൾ മൂവീസിലും കണ്ടിട്ടുണ്ടാകാം. ഇങ്ങനെ ആദ്യത്തെ കുട്ടിയെ ഭയങ്കര പൊന്നുപോലെ സ്റ്റേജൊക്കെ വളർത്തും. 2ാമത്തെ കുട്ടി ജനിക്കുമ്പോഴേക്കും ഒരു കൊച്ചു കുട്ടിയാണല്ലോ എന്ന് വെച്ചാൽ അതിനെ കെയർ ചെയ്യും. അപ്പൊ മൂത്ത ആൾക്ക് ഉള്ള അറ്റൻഷൻ കുറഞ്ഞു പോകുന്നു. പിന്നെ ചില നാട്ടുകാരുടെ ചില ഡയലോഗ്സും കൂടി ആകുമ്പോഴേക്കും മൂത്ത കുട്ടി ഭയങ്കര ഒരു ട്രോമയിലേക്ക് പോകും. അപ്പൊ ചില പേരൻസ് പക്ഷെ നല്ല രീതിയിൽ മാനേജ് ചെയ്യും. ആ കുട്ടിക്കും പ്രയോറിറ്റി കൊടുത്ത് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നു. കുഞ്ഞിനെ അറിയണില്ല, അവന് ആ ഒരു കുഞ്ഞു ബേബി ആയിരിക്കും ഇമോഷണൽ ആ ഒരു ഇതൊന്നും കൂടുതലായിട്ടായിട്ടില്ല. അവന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. അപ്പം മൂത്ത കുട്ടിയെ കൂടുതൽ കെയർ ചെയ്യുമ്പോൾ ചെറിയ കുട്ടിക്ക് എന്തായാലും ഫീൽ ചെയ്യില്ല. പക്ഷെ ചെറിയ കുട്ടിയെ കൂടുതൽ കെയർ ചെയ്യുമ്പോൾ മൂത്ത കുട്ടിക്ക് അവിടെ ഭയങ്കരമായിട്ട് ഫീൽ വരും. കുട്ടികൾ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് 4 years ആണ് നല്ലതെന്ന് പറയുന്നത് ഒരു കാരണം അതാണ്. ഒരു 2 years 1 year അടുപ്പിച്ച് പെട്ടെന്നൊക്കെ ആകുമ്പോഴേക്കും
ആദ്യത്തെ കുട്ടിക്ക് ഉണ്ടാകുന്ന ആ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. എന്റെ മോളും മോനും തമ്മിൽ 4 years ഗ്യാപ്പാണ്. അവള് ഭയങ്കര കെയറിങ് ആയിരുന്നു കൊച്ചിനെ. അപ്പൊ നമ്മളും അവളെ നല്ല രീതിയിൽ തന്നെ അവളുടെ ഇമ്പോർട്ടൻസ്, ആ ഒരു അവൾക്ക് പ്രയോറിറ്റി ഉണ്ടെന്നുള്ള ഒരു ഫീൽ അവളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അപ്പൊ ഇപ്പൊ വലുതായി, മോനിപ്പോ 9th മോളിപ്പോ +2 കഴിഞ്ഞല്ലോ. അപ്പം അവളുടെ മുന്നിൽ വെച്ചിട്ട് ഇവൻ വന്നിട്ട് എന്നെ വന്ന് ഹഗ് ചെയ്യും. എന്നിട്ട് പ്രണവി മോള് കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞ അവളുടെ നേരെ മുന്നിൽ വന്നിരുന്നത് ചെയ്യുമ്പോഴേക്കും അവള് പറയും എന്നെ ബാധിക്കില്ല, ഇറ്റ് വോണ്ട് അഫക്ട് മീ, എന്നെ ബാധിക്കില്ല എന്നിങ്ങനെ പറയും. അങ്ങനെ പറയും എപ്പോഴും ഇവൻ അവളെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട് പല കേസസിലും. എന്റെ ചേച്ചിയുടെ മോളും മോനും തമ്മില് ഒരു 2 വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ ചേച്ചിയുടെ മോളൊരു 6 month ആയപ്പോ തുടങ്ങി എന്റെ അമ്മയുടെ അടുത്ത്, ചേച്ചി നേഴ്സായത് കാരണം അവളെ നോക്കാനായിട്ട് ആളെ കുറെയൊക്കെ നോക്കിയിട്ടൊന്നും ശരിയൊന്നും അല്ല. 6 month കഴിഞ്ഞപ്പോ തുടങ്ങി കുട്ടി വീട്ടിൽ. അപ്പൊ ഞാൻ എന്റെ മോളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇവൾക്ക് ഏതാണ്ട് 2 വയസ്സാവാറായിട്ടുള്ളൂ. അപ്പൊ ഇവളുടെ കൂടെ കളിക്കുന്നത് ഞാനായിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മോളെ ഡെലിവറി ആയപ്പോ നമ്മൾ റെസ്റ്റ് ചെയ്യുമല്ലോ ആ ഫസ്റ്റ് ടൈമിലൊക്കെ. അപ്പൊ ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോ ഇവൾക്ക് ഭയങ്കര ദേഷ്യം. ഇവള് വന്നിട്ട് കളിക്കാൻ വിളിക്കും. ഇവൾക്ക് അറിയില്ലല്ലോ, 1.25 വയസ്സ് അത്രയും ഉള്ളൂ ആ ഒരു സമയത്ത്. ഇവള് വന്ന് വിളിക്കുമ്പോ എനിക്ക് എണീറ്റ് പോകാൻ പറ്റില്ല, സിസേറിയനും കൂടി ആയിരുന്നു. ഇവള് വന്നിട്ട് ടോർച്ച് എടുത്തിട്ട് എന്റെ തലക്കിട്ടടിച്ചു, ദേഷ്യം വന്നിട്ടേ. കാരണം ആ ഒരു അവൾക്ക് കിട്ടിയതൊക്കെ നഷ്ടപ്പെടുവാണല്ലോ. അതുപോലെ മോളുടെ തലയിൽ പേന വെച്ച് ഇങ്ങനെ വരച്ചു. അപ്പം അവൾക്ക് മുടി കുറവായിരുന്നു. അപ്പം തലയോട്ടില് 1 മാസം കണ്ടേ ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്പോഞ്ച് പോലെയല്ലേ ആ ഭാഗം ഇരിക്കുന്നത്. അവിടെ അങ്ങനെയും മുറിഞ്ഞ് ചോര വരികയൊക്കെ ചെയ്തു. അത് കാരണം ഞങ്ങളിപ്പോ പറയുമ്പോൾ ഇത് ഭയങ്കര ഒരു ചമ്മലൊക്കെയാ, ചിരിയൊക്കെയാ. പക്ഷെ നമ്മൾക്ക് അവളുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലായതാണ് നമ്മൾ കൂടുതലൊന്നും പറഞ്ഞൊന്നുമില്ല. അവളെ കൂടുതൽ കെയർ ചെയ്യായിരുന്നു. പിന്നെ അത് ശരിയായി. അവള് പിന്നെ കുഞ്ഞിനെ നോക്കാനും ഒക്കെ തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരു നമ്മളിപ്പോ കുട്ടിയെ ആ സമയത്ത് കുട്ടിയോട് ഷൗട്ട് ചെയ്ത് കുട്ടിയെ ഒറ്റപ്പെടുത്തുമായിരുന്നെങ്കിൽ അവള് കുറച്ചുകൂടെ റിബൽ ആയേനെ, കുറച്ചുകൂടെ വയലന്റ് ആയേനെ. പക്ഷെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. കാരണം വെച്ചാൽ അവളുടെ ഫീലിങ്സ് മനസ്സിലായി. ആദ്യത്തെ കുട്ടിയാണ് ഫാമിലിയുടെ, അവൾക്ക് കിട്ടേണ്ടതൊക്കെ ഇങ്ങനെ കുറഞ്ഞു പോവുക, അങ്ങനത്തെ ഒരു ഫീല് കുട്ടിക്ക് വരുന്ന ആ ഒരു ഏജ് ആണല്ലോ. അപ്പൊ അത് ശരിക്കും ശ്രദ്ധിക്കണം. പിന്നെ നമ്മളെ നല്ലപോലെ കെയർ ചെയ്താൽ മതി. മറ്റുള്ളവരെന്ത് പറയണതോ, വീട്ടിൽ വരുന്നവരെങ്ങനെ പറയുമല്ലോ, നിന്റെ സ്ഥാനം പോയല്ലോ, ഇനി വാവ് വന്നല്ലോ, അങ്ങനത്തെ രീതിയിലുള്ള ചില ഡയലോഗ്സ് ഒക്കെ ചില ആൾക്കാർ പറയില്ലേ. സോ അതാണ് നമ്മളെ കുഞ്ഞിനെ ആ ഒരു എൻവയോൺമെന്റിൽ എങ്ങനെ കൊണ്ടുവരുന്നു, അതിനനുസരിച്ച് ഇവരുടെ ബിഹേവിയറിൽ കുറെ ചേഞ്ചസ് ഉണ്ടാകും. അത് ആ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ചേഞ്ചസ് വരും. ഓക്കെ, അതുപോലുള്ള എൻവയോൺമെന്റ് ആണ് നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ആയിട്ട് പറയുന്നത്. ആ എൻവയോൺമെന്റിൽ വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് അവരെ എല്ലാം റെസ്പെക്ട് ചെയ്യാനായിട്ട് അവിടെ ട്രെയിൻഡ് ആക്കുവാണ്. അവർക്ക് ചുറ്റുമുള്ള സാധനങ്ങൾ ഈവൻ സ്കൂള് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഡയറക്ടർ വി ഹാവ് ടു മൂവ് ജെന്റ്ലി, വി ഹാവ് ടു സേ സോഫ്റ്റ്ലി, അതായത് സംസാരിക്കുന്നത് മൂവ് ചെയ്യുന്നതൊക്കെ ഒന്നിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ്. ഷൗട്ട് ചെയ്യുന്നില്ല, വളരെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിങ്ങനെ പലതവണ കേൾക്കുമ്പോൾ കുട്ടിക്ക് അറിയാം വി ഹാവ് ടു ഡു ലൈക്ക് ദിസ്. ആ ഒരു എൻവയോൺമെന്റിൽ അങ്ങനെ ആയിരിക്കണം. അവൻ വീട്ടിൽ വന്ന് അതേപോലെ പറയും വി ഹാവ് ടു മൂവ് ജെന്റ്ലി, വി ഹാവ് ടു സ്പീക്ക് സോഫ്റ്റ്ലി എന്നൊക്കെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ അത് ഫോളോ ചെയ്യുന്നു. സോ അത് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു രീതികൾ കാണിച്ചു കൊടുക്കുന്ന ഒരു എൻവയോൺമെന്റ് ആണ് മോണ്ടിസോറി എൻവയോൺമെന്റ്. സോ ഡെഫിനറ്റ്ലി അവന്റെ ഉള്ളിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ, ഓർഡർ, ഒബീഡിയൻസ് ഒക്കെ തന്നെ ജനറേറ്റ് ചെയ്യും. എങ്ങനെയാ ആൾക്കാർ വടി കൊണ്ടോ പണിഷ് ചെയ്തോ ഷൗട്ട് ചെയ്തോ ഉണ്ടാക്കാൻ നോക്കുന്നത്, ഇവിടെ കുട്ടി ഇഷ്ടത്തോടെ തന്നെ ആവുകയാണ്. ഓക്കെ, സെൽഫ് ഡിസിപ്ലിനും ഓർഡറും അതെല്ലാം ഇഷ്ടത്തോടെ തന്നെ ആവുകയാണ്. റെസ്പെക്ട് ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നു. മെറ്റീരിയൽ ആക്ടിവിറ്റീസിന് വേണ്ടത് മെറ്റീരിയൽസ് റെസ്പെക്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ എൻവയോൺമെന്റിനെ റെസ്പെക്ട് ചെയ്യുന്നു. റെസ്പെക്ട് ടു ദ എൻവയോൺമെന്റ്, ആ ഒരു ചുറ്റുപാട്. അവിടെ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഉണ്ട് കുട്ടിക്ക് ആ ഒരു ഡിസൈൻഡ് എൻവയോൺമെന്റില്. എല്ലാ കാര്യങ്ങൾ ചെയ്യാനും ലൈക്ക് അവിടുത്തെ ആക്ടിവിറ്റീസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് കുട്ടിക്ക് ഫ്രീഡം കൊടുക്കുമ്പോൾ, കുട്ടിക്കെന്നല്ല ഒരാളെ നമ്മൾ പിടിച്ചു വെക്കാതെ അയാളെ ബ്ലോക്ക് ചെയ്യാതെ അയാൾക്ക് അത് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുമ്പോൾ അയാൾ ഭയങ്കര റിലാക്സ്ഡ് ആയല്ലേ. അതേസമയം ഞാൻ നിങ്ങളോട് പറയാണ് 1:30 to 2:30 വരെയാണ് ക്ലാസ്, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം. സോ നിങ്ങളെല്ലാം കംഫർട്ടബിൾ ആണ്, എല്ലാവരും ആ ടൈം നോക്കിയിട്ട് 1:30 തുടങ്ങി 2:00 വന്നിരിക്കുമോ. ഞാൻ പറഞ്ഞു എല്ലാവരും പോകരുത്, ഇവിടെ തന്നെ ഇരുന്നോ, വീഡിയോ ഓൺ ചെയ്യണം,
3:30 വരെ ഞാൻ ക്ലാസ് എടുക്കാൻ പോവാം. പക്ഷെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ഉണ്ടാകും, നിങ്ങൾ ഓൾറെഡി 2:30 ക്ലാസ് കഴിയുമ്പോൾ അവിടെ പോകണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, ഭക്ഷണം കഴിക്കണം. ബട്ട് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറയുക, അനങ്ങാൻ വിടാതെ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ട് എല്ലാവരും 3:30 വരെ ഇവിടെ നമുക്ക് ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാനാണ്. ദാറ്റ് വിൽ മേക്ക് യു ഡിസ്റ്റർബ്, അല്ലെ? നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. അതുവരെയും കംഫർട്ടബിൾ ആയിട്ടിരുന്ന ഒരു എൻവയോൺമെന്റിനെ ഞാൻ അങ്ങ് ഹാർഷ് ആക്കുമ്പോൾ, റഫ് ആക്കുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു കോപ്പ്, അല്ലെ? അപ്പൊ അതുപോലെ നമ്മൾ കുട്ടിക്ക് ഒരു ഫ്രീഡം അങ്ങ് കൊടുക്കുമ്പോഴേക്കും ഹീസ് വെരി ഹാപ്പി, ഹീസ് ഫ്ലെക്സിബിൾ, അവൻ ഭയങ്കര ഓക്കെ ആണ്. അപ്പൊ എന്ത് കൊടുത്താലും അത് ചെയ്യാനും ഒബേ ചെയ്യാനും ഹീസ് റെഡി. അങ്ങനെ ഓരോ കാര്യം, റെസ്പെക്ട് ഫോർ ഹിംസെൽഫ്, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ്, ഇതെല്ലാം മോണ്ടിസോറി മെത്തേഡിൽ വരുന്നതാണ്. നമുക്ക് അപ്പോഴേ നമ്മളൊന്ന് വാല്യൂ, നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു വാല്യൂ ഉണ്ടാവും. വി ഫീൽ ദാറ്റ് വി ആർ വാല്യൂഡ്. നമ്മൾ നമ്മളോട് റെസ്പെക്ട് ചെയ്യുമ്പോൾ, മറ്റുള്ളവർ നമ്മളോട് റെസ്പെക്ട് കാണിക്കുമ്പോൾ, കെയർ ചെയ്യുമ്പോൾ, സോ ഞാനും എന്തോ ആണ്, ഈ ഒരു ഏരിയയിൽ ഞാനും എന്തോ, അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു ലേഡി രാപ്പകൽ കഷ്ടപ്പെടുന്നു, ഹസ്ബൻഡ് ശ്രദ്ധിക്കുന്നില്ല, മക്കള് ശ്രദ്ധിക്കുന്നില്ല, പാരന്റ്സ് ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നില്ല, ജസ്റ്റ് ലൈക്ക് ഒരു റോബോട്ടിനെ പോലെ അവർ പണിയെടുക്കുന്നു. ഷീ ഫെൽറ്റ് ലൈക്ക് ഐ എം നോട്ട് വാല്യൂഡ് ഹിയർ, അങ്ങനെ ഒരു ഫീൽ വരില്ലേ? അതേസമയം എല്ലാ പ്രയോറിറ്റിയും കൊടുത്ത് എല്ലാ കൺസേണും അഡ്രസ് ചെയ്ത് നല്ല കെയർ കൊടുക്കുമ്പോഴേക്കും ജസ്റ്റ് ആ ഒരു ഫീൽ, ഐ എം വാല്യൂഡ് ഹിയർ, അല്ലെ? അപ്പൊ അതൊരു ഇൻസ്പിറേഷൻ ആണ് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അത് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. സോ ആ റെസ്പെക്ട് നമ്മളോട് തന്നെ ഗുഡ്. നിങ്ങളെ റെക്കോർഡ് റൈറ്റിംഗ് എവിടെ വരെയായി? എന്തോ കേട്ടില്ല. വർക്കിംഗ് ആണ്, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റോറി ഒക്കെ റെക്കോർഡ് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. പലരും ആദ്യം പറയുന്നു ഞാൻ എങ്ങനെ എഴുതും, ഞാൻ ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ല, ഞാൻ വായിക്കാറും കൂടി ഇല്ല, പിന്നെ ഇങ്ങനെ റൈം എഴുതും, ഇങ്ങനെ സ്റ്റോറി എഴുതും. ബട്ട് വൺസ് യു സ്റ്റാർട്ട് റൈറ്റിംഗ് യു വിൽ ഗെറ്റ് മോർ ഐഡിയാസ്, അല്ലെ? നിങ്ങൾക്ക് കുറെ ഐഡിയാസ് കിട്ടും. യെസ് ഐ ആം ഗുഡ്, നമ്മളൊന്ന് സ്വന്തം പാറ്റ് ചെയ്യും. യെസ് ഐ ആം ഗുഡ്, ഐ ക്യാൻ ഡു ദിസ്, നമ്മളൊന്ന് സ്വയം പറയില്ലേ നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ? അത്രയും റെസ്പെക്ട് ഫോർ ഹിംസെൽഫ്. ഇപ്പൊ മനസ്സിലായോ മോണ്ടിസോറി ഗവൺമെന്റ് ഡിസൈൻ? ഫസാന, could you please പറയാനുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് തന്നെ ഫീൽ ചെയ്യും, യെസ് ഞാൻ കൊള്ളാലോ, എനിക്ക് പറ്റൂലോ, അങ്ങനെ ഒരു ഫീല് വരില്ലേ? ദാറ്റ് ഇസ് സെൽഫ് റെസ്പെക്ട്, ഒരു കോൺഫിഡൻസ്, ആ ഒരു സെൽഫ് എസ്റ്റീം. അപ്പൊ ആ ഒരു റെസ്പെക്ട് വരണം. അതേസമയം വി ആർ നോട്ട് ഗെറ്റിംഗ് ജഡ്ജ്. ഇപ്പൊ ഞാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യിക്കുന്നില്ല. ഞാൻ ഇവിടെ വന്ന് 1 man ഷോ നടത്തുക, ഞാൻ ക്ലാസ് ഒക്കെ എടുക്കുവാണ്, എനിക്ക് തോന്നുമ്പോൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നു, സ്ട്രിക്ട്ലി ഞാൻ പോവാണ്. ഐ എം നോട്ട് ഗിവിംഗ് യു എനി ചാൻസ് ഫോർ ഡൂയിങ് പ്രെയർ. നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ സമയം തരുന്നില്ല, ഒരു സ്പേസ് തരുന്നില്ല, നിങ്ങളെ കൊണ്ട് സൈൻ ഇൻ ചെയ്യിക്കുന്നില്ല, സൈൻ ഔട്ട് ചെയ്യിക്കുന്നില്ല. എന്തെങ്കിലും എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ റിലേറ്റ് ചെയ്ത് പറയാൻ വരുമ്പോൾ അതൊന്നും പറയാൻ ഇവിടെ സമയമില്ല, ക്ലാസ് എടുക്കണമെന്ന് ഞാൻ പറയുവാണെങ്കിൽ യു വിൽ ഫീൽ വെരി ബാഡ്, അല്ലേ? നിങ്ങൾക്ക് അതിനുള്ള ചാൻസസ് കിട്ടുന്നില്ല. സോ ഇഫ് യു ആർ ഗെറ്റിംഗ് ചാൻസ് ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ്, നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് പോകുമ്പോൾ അവിടെ ഷെയർ ചെയ്ത എക്സ്പീരിയൻസ്, ഒരു കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റി, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഓടി വരുന്ന അതൊന്ന് ഷെയർ ചെയ്യാനായിരിക്കും. അപ്പൊ അത് ഞാൻ അലോ ചെയ്തില്ലെങ്കിൽ ദാറ്റ് വിൽ അറസ്റ്റ് യുവർ ഡെവലപ്മെന്റ്. അത് ആലോചിക്കും, ഇത്രയും പ്രായമായി ഇനി എനിക്ക് എന്ത് ഡെവലപ്മെന്റ് ഉണ്ടാകാനാണ്? ഗ്രോത്ത് നമ്മുടെ തീർന്നിട്ടുണ്ടാവും, വളർച്ച ശരീരത്തിന്റെ. ബട്ട് നമ്മളുടെ ഡെവലപ്മെന്റ് അത് നമ്മുടെ ലാസ്റ്റ് മൊമെന്റ് വരെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ തിങ്ക് ചെയ്യുന്നു, നമ്മളുടെ ക്രിയേറ്റിവിറ്റി അത് വരുന്നു. പെയിന്റ് ചെയ്യുന്നവരുണ്ടാവാം, സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുന്നവരുണ്ടാകാം, ശില്പങ്ങൾ ഉണ്ടാക്കുന്നവർ. അപ്പൊ നമ്മളുടെ ഡെവലപ്മെന്റ് അത് സീസ് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ചെയ്യുന്നില്ല. സോ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ ഒരു അർത്ഥമില്ല. അതാണ് പറയുന്നത്. മോണ്ടിസോറിയുടെ ഒരു വ്യത്യാസം അതാണ്. ശരിക്കും മോണ്ടിസോറി മെത്തേഡ് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒരാളോട് ആർഗ്യൂ ചെയ്യാൻ പോവില്ല, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ജഡ്ജ് ചെയ്യാനായിട്ട് നമ്മൾ പോവില്ല. നമ്മളെപ്പോഴും സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിറ്റിസിസ്, ഞാൻ എങ്ങനെയാണ്, ഹൗ ഐ ടു ബി, ഞാൻ എങ്ങനെ ആയി തീരണം, ഇതൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ ഉള്ളില്. അല്ലാണ്ട് നമ്മൾ ചെന്നിട്ട് ഐ എം ഗുഡ്, ഐ എം പെർഫെക്റ്റ്, നിനക്ക് എന്തറിയാം, നോ ദാറ്റ് വേ. മോണ്ടിസോറി മെത്തേഡ് അവളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, റിപ്പോർട്ട് ക്ലാസ്സും കാണാതെ വരുമ്പോൾ ചിലരുടെ അടുത്തുനിന്നൊക്കെ ആ ഒരു എന്താ പറയാ, ഒരു സ്പാർക്ക് ചിലപ്പോൾ കിട്ടാറുണ്ട്. നമ്മുടെ ബാച്ചിൽ നിന്നല്ല ഞാൻ പറഞ്ഞു,
ചിലരുടെ അടുത്തുനിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചില കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യുമ്പോഴേക്കും ആ ഒരു സ്പാർക്ക് ഒക്കെ വരും. അപ്പം ശരിക്കും മെത്തേഡ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈവൻ ദോ വി ഫീൽ ദാറ്റ് ഇറ്റ്സ് നോട്ട് റൈറ്റ്, അത് നമ്മൾ പറയേണ്ട ഒരു പ്ലേസ് ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അത് പറയും. ആ പറയുന്ന വേ തന്നെ ഡിഫറെന്റ് ആയിരിക്കും ഫോർ എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റ്. ഓക്കെ, 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡിന്റെ ഫണ്ടമെന്റൽ ലെസൺസിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണത്. സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിരിക്കണം. അത് ബ്രീഫായിട്ട് പറയണം. വലിയൊരു നീണ്ട കഥ പോലെ പറഞ്ഞു പോകരുത്. വളരെ ചുരുക്കി വളരെ ചെറുതായിട്ട് പറയുക, സിമ്പിൾ ആയിട്ട് പറയും. പിന്നെ ഒബ്ജക്ടിവിറ്റി, എന്തിനെ കുറിച്ചാണോ പറയേണ്ടത് അതിനെ കുറിച്ച് മാത്രം പറയും. അങ്ങനെ കാട് കയറി പറയേണ്ട കാര്യമില്ല. അതാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു കുട്ടിക്ക് നമ്മളൊരു മെറ്റീരിയലിന്റെ ഡെമോ കാണിച്ചു കൊടുക്കുമ്പോൾ മേക്ക് ഇറ്റ് സിമ്പിൾ. ആ കുട്ടി കുറെ കാര്യങ്ങളൊന്നും കേൾക്കാനല്ല അവിടെ ഇരിക്കുന്നത്, അവൻ എത്രയും പെട്ടെന്ന് ആക്ടിവിറ്റി ചെയ്യണം. സോ അത് എങ്ങനെയാണ് ആ ഡെമോ ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ആ ഒരു കാര്യം മാത്രം, അവന്റെ കോൺസെൻട്രേഷൻ ഫോക്കസ് അതിലേക്കായിരിക്കും. അത് ഒബ്ജക്ടിവിറ്റി, അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയും. ഇതാണ് മോണ്ടിസോറി മെത്തേഡ്. സോ ത്രൂ ഔട്ട് ലൈഫ് നമ്മളും അങ്ങനെ തന്നെ സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ദിസ് ഒബ്ജക്ടിവിറ്റി. ഓക്കെ, മേക്ക് ഇറ്റ് സിമ്പിൾ എന്നുള്ള രീതിയിൽ തന്നെ. ഓക്കെ ഫൈൻ. ഈവൻ ദോ ഇന്റർവ്യൂവിന് പോകുമ്പോഴും മോണ്ടിസോറി അറിയാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഇന്റർവ്യൂവിനുള്ള ഒരു ടീം മെമ്പേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവരും നിങ്ങളുടെ റെസ്പോൺസ് അതായിരിക്കും ആഗ്രഹിക്കുന്നത്. സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. നമ്മളുടെ അറിവ്, നോളജ് മുഴുവനും വിളമ്പേണ്ട ഒരു സ്ഥലമല്ല ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഹൗ വി ക്യാൻ പ്രസന്റ്, അതത്രേ ഉള്ളൂ. സോ റെസ്പെക്ട് ഫോർ ഹിംസെൽഫ്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ നമ്മളൊരു മെറ്റീരിയൽ വെച്ച് കുട്ടികളുടെ മെറ്റീരിയൽസ് വെച്ചിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അത് അടുത്ത കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരിക്കണം അവനത് ഫിനിഷ് ചെയ്ത് തിരിച്ചു കൊണ്ടുവയ്ക്കേണ്ടത്. ആ ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചർ കുട്ടികളിൽ നിന്ന് പോകണം. നെക്സ്റ്റ് ഒരു 5th ഉണ്ട്, പ്രോഗ്രസ് അറ്റ് ഹിസ് ഓൺ റേറ്റ് ഓഫ് ഡെവലപ്മെന്റ്. കുറച്ച് പോയിന്റ്സ് ഉണ്ട്. 5ഉം 6ഉം ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യും? ഞാൻ മാത്രല്ലേ റീഡ് ചെയ്യുന്നത്? യെസ് പ്ലീസ്. 5ഉം 6ഉം വായിക്കാം മിസ്. 5 വായിക്കട്ടെ. Progress at his own rate of development. No child is ever retreat in a Montessori environment. Each child is permitted to develop at his own rate. Since all activities in the Montessori environment are individually presented to each child, children are permitted to develop at his pace. No competition and rewards are permitted in the environment. In the classroom environment, we talk about independence within limits. We allow children's freedom in many aspects. 6 വായിക്കും മിസ്. മിസ് 6 വായിക്കട്ടെ. പ്ലീസ്. Freedom of movement. Children are permitted to move around the classroom as they like, in whatever way they please, the inside as well as the outside of the classroom. Since of this freedom of movement, the Montessori classroom is not divided between work periods. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഏകദേശം മോണ്ടിസോറി എൻവയോൺമെന്റും അവിടത്തെ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. ഇത് നമ്മളുടെ ഇഷ്ടമാണ്. ഇത് നമ്മുടെ ലൈഫിലേക്ക് ഇത് നമുക്ക് കൊയ്യണം. എനിക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം, ഇങ്ങനെ തന്നെ എന്റെ ലൈഫ് മുന്നോട്ട് പോകണം തോന്നി നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. അതല്ല ഐ എം നോട്ട് ആക്സെപ്റ്റിംഗ് ഓൾ ദീസ് തിങ്സ്, എനിക്ക് പറ്റില്ല, ഇത് ക്ലാസ് റൂമിൽ നടക്കട്ടെ, ആ ഒരു ഫീൽ ആണെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. ബട്ട് ഇതിനുണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്ട് അത് വളരെ റിസൾട്ട് ഓറിയന്റഡ് ആണ് കേട്ടോ. അത് ഞാൻ ഉറപ്പ് തരാം. എനിക്ക് എന്റെ സ്വന്തം ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഓൺ റേറ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു. നമുക്കറിയാം സാധാരണ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ കുട്ടികൾക്ക് അവിടെ ടൈം പീരീഡ് ഉണ്ട് അല്ലെ, 40 minutes ഒരു സബ്ജക്ട്, അടുത്ത 40 minutes അടുത്ത സബ്ജക്ട്, അങ്ങനെ പോകുന്നു. മാത്സ് ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ 40 minutes മാത്സ് തന്നെയാണ്. അവിടെ ഒരു ഗ്രൂപ്പ് ലേണിംഗ് ആണ്, ഇൻഡിവിജ്വലിനെ കൺസിഡർ ചെയ്യുന്നില്ല.
ടീച്ചർ മാത്സിന്റെ ഒരു പ്രോബ്ലം ചെയ്യാൻ ബോർഡിൽ എഴുതി കൊടുക്കുന്നു. കുട്ടികൾ പ്രോബ്ലം ചെയ്യുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുണ്ടാവും, പതുക്കെ ആലോചിച്ച് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, ഒട്ടും മനസ്സിലാകാത്ത കുട്ടികളുണ്ടായിരിക്കും അല്ലെ. അപ്പൊ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞൊരു ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കൈയൊക്കെ പൊക്കി കാണിക്കും. അപ്പൊ ടീച്ചർ എന്താ ചെയ്യുക, മറ്റുള്ളവരോട് വേഗാവട്ടെ സമയം തീരാറായി. ആ ടൈപ്പ് ഓഫ് ഒരു ടീച്ചിങ് പ്ലാറ്റ്ഫോം ആണ് അവിടെ നടക്കുന്നത്. അവിടെ ശരിക്കും സബ്ജക്ട് സ്റ്റഡിങ് പോലെ തന്നെ അങ്ങനെ നടക്കും. പക്ഷെ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റില് മാത്സിന്റെ ആക്ടിവിറ്റി ചെയ്യണോ ആ കുട്ടികൾക്ക് അത് ചെയ്യാൻ, അതല്ല ലാംഗ്വേജിന്റെ ആക്ടിവിറ്റി ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അവൻ അത് ചെയ്യാം. പിന്നെ ഒരു കുട്ടി ഇപ്പൊ മാത്സിന്റെ അഡീഷൻ ബോർഡ് അത് അവൻ 10 minutes കൊണ്ട് കംപ്ലീറ്റ് ആയി. ഒരു കുട്ടിക്ക് 30 minutes ആയിരിക്കും എടുക്കുന്നത്. സോ they are allowing here, they are getting time for their own rate. അവരുടെ സ്പീഡിനനുസരിച്ച് 10 minutes കൊണ്ട് ചെയ്തു, അവന് കിട്ടും 10 minutes. 30 minutes ആണ് ഇവിടുത്തെ ആൾക്ക് വേണ്ടത്, അവന് കിട്ടും 30 minutes. ഓൺ റേറ്റിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് അവരുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. അവരെല്ലാരും ഫിനിഷ് ചെയ്യുന്നു വർക്ക്, അവർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അല്ലാണ്ട് 10 minutes കഴിഞ്ഞപ്പോ മറ്റേ കുട്ടി 10 minutes കഴിഞ്ഞിട്ടില്ല, പോയി ആരും അവനെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. അവന് ടൈം കിട്ടുമോ. സോ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവനതിൽ ഇംപ്രൂവ് ആയി വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അതല്ല, മാത്സ് പഠിക്കാനുള്ള ഒരു ഇത് അവനില്ല ആ സമയത്ത്, അവന് ലാംഗ്വേജ് ഏരിയ ചെയ്യണം, അവിടെയും അവന് ആ ഒരു റെസ്ട്രിക്ഷൻ വരുന്നില്ല. ഹി ക്യാൻ ഡു വാട്ട് എവർ ആക്ടിവിറ്റി ഹി ലൈക്ക്. ആ ഒരു രീതിയിലുള്ള ഫ്രീഡം അവിടെ കിട്ടുന്നുണ്ട്. സോ അതാണ്. അപ്പൊ അത് അവന്റെ ഡെവലപ്മെന്റിന് നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യും. സോ അത് ഡെവലപ്മെന്റിന് നല്ല ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അവരുടെ ഒരു പേസ് എന്ന് പറയുന്നത് ആ ഒരു സ്പീഡ്, അവരെടുക്കുന്ന ആ ഒരു ടൈം. അവിടെ കോമ്പറ്റീഷൻ ഇല്ല. ആദ്യം ചെയ്യുന്നവർക്ക് പ്രൈസ് കിട്ടുന്നു, ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നവർക്ക് പണിഷ്മെന്റ് ഇമ്പോസിഷൻ കിട്ടുന്നു, അങ്ങനെയൊന്നുമില്ല. ചെയ്യാത്തവർക്ക് നല്ല പണിഷ്മെന്റ് കിട്ടുന്നു, അങ്ങനത്തെ കാര്യങ്ങളില്ല. അപ്പൊ ഒരു പണിഷ്മെന്റും ഇല്ല, റിവാർഡും ഇല്ല. അവരത് ഫുൾഫിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത ആ ഒരു അച്ചീവ്മെന്റിൽ എത്തുമ്പോൾ അത് അച്ചീവ് ചെയ്തതിന്റെ ആ ഒരു ഹാപ്പിനെസ്, ദാറ്റ് ഇസ് ദെയർ റിവാർഡ്. നമ്മൾ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ എക്സാംസ് എല്ലാം, എക്സാം എന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയ തന്നെയാണ് അല്ലെ. ലൈക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ മാർക്ക് ലിസ്റ്റ് അതൊരു ക്രൈറ്റീരിയ ആയിട്ട് തന്നെ വരും. ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ വെർ ഈസ് യുവർ മാർക്ക് ലിസ്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്ത് കാണിക്കാനൊന്ന് വേണം. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഈ ഒരു കോഴ്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഹാപ്പി ആവുന്നു. നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തു, ഞാൻ തന്നെ റെക്കോർഡ് എഴുതി, ഡിസൈൻ ചെയ്തു എന്റെ റെക്കോർഡിന്റെ ഓരോ പേജും. ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തു, മെറ്റീരിയൽസ് മനസ്സിലാക്കി. ചിലതൊക്കെ ഞാൻ ഫോട്ടോസ് കളക്ട് ചെയ്ത് ഒട്ടിച്ചു, ചിലത് ഞാൻ തന്നെ വരച്ചു, ചിലത് എന്റെ മക്കൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നു. ദാറ്റ് മീൻസ് ആ റെക്കോർഡ് നമുക്ക് ഭയങ്കര നമ്മുടെ വലിയൊരു അസറ്റ് ആണല്ലേ. നമ്മുടെ ഈ ഒരു വർഷത്തെ ഒരു ഹാർഡ് വർക്കും നമ്മുടെ ഒരു ഇഷ്ടവും എല്ലാം കൂടി ചേർന്ന ഒരു അസറ്റാണ്. സോ നമ്മളത് കീപ്പ് ചെയ്യും അല്ലെ. അപ്പൊ അത് നമ്മളുടെ നമുക്ക് അത് റെക്കോർഡ് എഴുതാനുള്ള എല്ലാ ഫ്രീഡവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓൺലി തിങ് അതിന്റെ തീം മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. അതെങ്ങനെ വേണമെങ്കിലും ഇംപ്രൂവൈസ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ കണ്ടീഷൻസ് ആ തീമിൽ നിന്ന് മാറി ആ ഒരു റെക്കോർഡിൽ വേറെ കാര്യങ്ങൾ വരരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അത് അവിടെ എല്ലാം നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുവാണ്. അപ്പൊ നിങ്ങളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി ഒന്നും ഞാൻ ബ്ലോക്ക് ചെയ്യുന്നില്ല. അല്ലാതെ എനിക്ക് മാർക്ക് കിട്ടാൻ ഞാൻ ഈ റെക്കോർഡ് എഴുതിയേ മതിയാകും ആ രീതിയിലല്ല പറഞ്ഞു. പക്ഷെ റെക്കോർഡ് മാർക്ക് ഒരു ക്രൈറ്റീരിയ വന്നതുകൊണ്ട് നമ്മുടെ പ്രാക്ടിക്കൽ സെഷനിൽ റെക്കോർഡിന് ആദ്യം ഞാനൊരു എന്താ പറയാ ഒരു 10 മാർക്കായിട്ട് വെച്ചിരുന്നത്. എന്നോട് ഒരു കുട്ടി പറഞ്ഞു, MT3-ലെയാണ്, അധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ അത് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര അതിശയം തോന്നും. നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവരുണ്ടാവുമായിരിക്കും. അതുപോലെ നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്ത് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നിട്ട് ആ ക്ലാസ്സിന്റെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് ഹോൾ ക്ലാസ്സിന് ഷെയർ ചെയ്ത്, ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവരെ ഹെൽപ്പ് ചെയ്ത് അവർക്ക് ആ നോട്ട്സ് ഷെയർ ചെയ്ത്, അങ്ങനെ ഇച്ചിരി അധികമാണോ അത് ചെയ്യുന്നതെന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനോട് പറയും, നമ്മളാരെയും പറ്റിക്കില്ല, അത് ശരി തന്നെ. പക്ഷെ നമ്മളെ ആരും പറ്റിക്കാതിരിക്കാൻ നോക്കണം. കാരണം ഇതിങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഈസി ആയിട്ട് കിട്ടുമല്ലേ, അത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, അവര് ഈസി ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവരിത് പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്നൊരു കുട്ടി എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ റെക്കോർഡ് ഇത്രയും കഷ്ടപ്പെട്ട് അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിന്റെ ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്ക് എന്ന് പറയുന്നത് കഷ്ടല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് റെക്കോർഡ്സ് 5-നും 20 മാർക്സ് വെച്ച് 100 മാർക്കായി. നിങ്ങളുടെ ഒരു പ്രാക്ടിക്കലിന്റെ റെക്കോർഡ്സ് മാത്രമായിട്ടൊരു സെഷനാണ് 100 മാർക്കിന്റെ. കാരണം ചിലർക്കൊന്നും മാർക്ക് നമുക്ക് എവിടെയും കുറയ്ക്കാനില്ല. അതുപോലെ അത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താണ് എഴുതി വെച്ചിരിക്കുന്നത്.
സോ അവിടെ 100 മാർക്ക് തന്നെ അവർക്ക് കൊടുത്തു. എന്തിനാ മാർക്ക് നമ്മൾ മാറ്റി വെച്ചിട്ട്? കാരണം അവർ ചെയ്തതിന് കൊണ്ട് തന്നെയാണ് അത്രയും മാർക്ക്. ഫുൾ മാർക്ക് കൊടുത്താൽ ശരിയാവോ എന്ന് പറഞ്ഞിട്ട് 1 മാർക്ക് കുറയ്ക്കോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. MT3 കാർഡ് പേപ്പറുകളുടെ സബ്ജക്റ്റിന്റെ റിസൾട്ട് വന്നു. നല്ല മാർക്ക് കുട്ടികൾക്ക്, ഏകദേശം ഒരു 150-170 സ്റ്റുഡൻസ് ഉണ്ട്. നല്ല മാർക്ക് ഉണ്ട് എല്ലാവർക്കും തന്നെ. അപ്പൊ അവരത്രയും ഒരു നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ അത്രയും മാർക്കൊന്നും കിട്ടില്ല. അപ്പൊ ഞാൻ പോയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് മാർക്ക് കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാർക്ക് ലിസ്റ്റിന്റെ ഒപ്പം മാർക്കും ഉണ്ടായിരുന്നു, ഗ്രേഡും ഉണ്ടായിരുന്നു. ഞങ്ങളെ വൈവ ചെയ്യാൻ വരുന്നത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാമല്ല, വേറെ എന്താ പറയുക, നമ്മുടെ സെന്ററിലെ മാമല്ല, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ വേറൊരു സെന്ററിലും മാഡാണ് വരുന്നത്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, നമ്മളെ കഷ്ടപ്പെടുത്തിയിരുന്നു മാം. അപ്പൊ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പനിയായിരുന്നു. അപ്പൊ ഈ നമ്മുടെ ട്രാവലിംഗ് ബാഗിനകത്ത് നിറയെ എല്ലാ സാധനങ്ങളും, ചെയ്ത ചാർട്ടുകള്, അസൈൻമെന്റ്, റെക്കോർഡ്, റിപ്പോർട്ട്, പിന്നെ ചെയ്ത ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം വെച്ച്, സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് എല്ലാം വെച്ച് എല്ലാം ആയിട്ടാണ് പോയത്. പക്ഷെ ഇവര് ഈ പറഞ്ഞ പോലെ മോണ്ടിസോറി മെത്തേഡൊന്നും ഇവരുടെ ഉള്ളിൽ ശരിക്കും കയറിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എനിക്ക് പനി കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. 1.5 മണിക്കൂറില്ലേ ട്രാവൽ ചെയ്ത് പോകണം, ഒരു പറവൂരിന്ന് കൊടുങ്ങല്ലൂർ വരെയും പോകണം. അങ്ങനെ ട്രാവൽ ചെയ്ത് അവിടം വരെ എത്തി. എങ്ങനെയൊക്കെയോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. വൈവയുടെ ടൈം ആയപ്പോൾ വന്നു. എനിക്ക് ഭയങ്കര ബോഡി പെയിൻ. ഈ സാധനങ്ങളൊന്നും എടുത്ത് ഇവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അവരോട് പനിയാന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ ഓരോന്ന് എടുക്കാൻ ലേറ്റ് ആയതിന് എനിക്ക് ആ ഒരു സെഷനിൽ അവര് C+ തന്നു. ആ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആ ഒരു സെഷനിൽ അവര് C+ ചെയ്ത്, ഇങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തിട്ടും കൂടിയിട്ടും ആ ഒരു അതിന് മാത്രം എനിക്ക് ഗ്രേഡ് കുറഞ്ഞു. കാരണം ഞാൻ ഓരോന്നും ബാഗിൽ നിന്ന് എടുക്കാൻ വൈകി എന്നുള്ള ഒരൊറ്റ കാരണത്തില്. അതൊക്കെയായിരുന്നു ഞങ്ങളൊക്കെ അനുഭവിച്ച വൈവയുടെ നമുക്കൊരു ഭയങ്കര ഒരു ട്രോമ. അപ്പൊ ഞാൻ എന്റെ മാമിനോട് എന്നെ പഠിപ്പിച്ച മാമിനോട് ഞാനത് പറഞ്ഞപ്പോൾ മാർക്ക് ലിസ്റ്റ് വന്ന് ഈ ഒരു സെഷനിൽ മാർക്ക് പറഞ്ഞപ്പോൾ മാം എന്നോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. വൈവയുടെ നല്ല പനിയായിരുന്നു, ഒട്ടും വയ്യായിരുന്നു. പക്ഷെ അവരെ ബ്ലെയിം ചെയ്തും ഒന്നും പറഞ്ഞു നോക്കില്ല. നമ്മുടെ മെത്തേഡ് അതാണല്ലോ. അങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യാനോ ഒന്നും അറിയില്ല, പാടില്ലല്ലോ. പാടില്ലാത്തോണ്ടല്ല, എനിക്ക് തോന്നിയില്ല അങ്ങനെ പറയാനായിട്ട്. അപ്പൊ ആ ഒരു സെഷനിൽ എനിക്ക് C+ ആയിരുന്നു ഗ്രേഡ്. ബാക്കി എല്ലായിടത്തും എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കേസസ് ആയിരുന്നു എനിക്ക് വൈവയിൽ നടന്നത്. അപ്പൊ ഇതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ എന്റെ മുന്നിൽ വരുന്ന എന്റെ കുട്ടികളെ ഞാൻ ഒരിക്കലും വൈവയ്ക്ക് കഷ്ടപ്പെടുത്തില്ല എന്നുള്ളത് ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചു. എനിക്ക് കിട്ടിയ റാങ്കിങ് പോലെ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അത്ര ഭംഗിയായിട്ടാണ് ഇവര് റെക്കോർഡ് ഓരോരുത്തർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാ വെറുതെ മാർക്ക് കുറയ്ക്കും. നല്ലതായിട്ട് ചെയ്തു, നിങ്ങളാണ് ചെയ്തതെന്ന് ബോധ്യപ്പെട്ടാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ റിവാർഡ് ഫോർ യുവർ വർക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ഇവിടെ പീരിയഡ്സ് ആയിട്ടൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. സോ കുട്ടികൾക്ക് എപ്പോ വേണമെങ്കിലും അവർക്ക് ഔട്ട്സൈഡ് പോകണോ, ഗാർഡനിലേക്ക് പോകണോ അവർക്ക് പോകണം. കോറിഡോർ ഉണ്ട്, ഇൻസൈഡും ഔട്ട്സൈഡുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ നല്ല വരാന്തകളുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് പോകാം. ഡേഞ്ചർ സോൺ ഒന്നുമില്ല, പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ നോക്കിയാൽ ക്ലാസ് റൂം ഇങ്ങനെ ക്ലോസ്ഡ് ക്ലാസ് റൂം ഒന്നും ആയിരിക്കില്ല മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഫെസിലിറ്റേറ്റർക്ക് കാണാം കുട്ടി പോകുന്നത് എങ്ങോട്ടാണ്, എന്ത് ചെയ്യാനാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ പോകുന്ന ആ ഒരു ഫ്രീഡത്തെ ഡിസ്റ്റർബ് ചെയ്യാതെ അവര് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് വൺ, ഫ്രീഡം ഓഫ് ചോയ്സ് ആൻഡ് ഫ്രീഡം ഓഫ് സ്പീച്ച്. ഈ രണ്ടും ആരെങ്കിലും വായിക്കാം. ക്ലാസ് റൂമിൽ ഇങ്ങനെ നടക്കാനായിട്ടുള്ള എല്ലാ മൂവ്മെന്റും ഉണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫ്രീഡം ഓഫ് ചോയ്സും ഫ്രീഡം ഓഫ് സ്പീച്ചും. Freedom of choice. Children are free to select their own activities in the classroom. Freedom makes the child able to develop good working habits and sustain concentration. In order to have a selection of activities, the child must be presented with a variety of exercises designed for his auto education. Freedom of speech. The Montessori classroom differs from a traditional school. Children speak to each other and start activities together whenever they like. They are not forced, subtly or otherwise, to join in any group or to share themselves with others when they are not ready or interested. Since they are not forced to complete with each other, their natural desire to help others develops spontaneously. In a Montessori environment,
Children are expected to obey the rules of basic courtesy, which consists of not interrupting other people. Since the Montessori approach differs from that of a traditional classroom, the emphasis on it is often missed. ഓക്കെ, ഫ്രീഡം ഓഫ് ചോയ്സ്. ചെയ്യേണ്ട ആക്ടിവിറ്റീസ് അവർ തന്നെ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് പോയിട്ട് സെലക്ട് ചെയ്യുവാണ്, അല്ലെ എടുക്കുവാണ്. ഷെൽഫിൽ നിന്നും അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് അവർക്ക് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ആകുമ്പോഴേക്കും കിട്ടുന്ന മെറ്റീരിയൽസ് അവർ സൂക്ഷിക്കും. അവർ ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോഴേക്കും അത് വളരെ കോൺസെൻട്രേഷനോട് കൂടി എല്ലാം ചെയ്യലേ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കും, പെട്ടെന്ന് കഴിച്ചു തീർക്കും, അല്ലെ. ഐസ്ക്രീം കിട്ടുമ്പോഴേക്കും തുടച്ച് നക്കി തൂത്ത് അതിന്റെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അതേസമയം അല്ലാത്തൊരു ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് മണിക്കൂറുകളോളം ചിലപ്പോൾ കഴിക്കില്ല മുഴുവൻ. അങ്ങനെ കൊച്ചുകുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞാൽ ഇപ്പോഴും ചില കുട്ടികളുണ്ട്. അതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യമാകുമ്പോൾ അവരത് വളരെ നല്ല കോൺസെൻട്രേഷനോട് കൂടി നല്ല ഭംഗിയായിട്ട് ചെയ്യും. അതിപ്പോ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി. അപ്പൊ ഇവിടെ ആക്ടിവിറ്റീസ്, അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി, അട്രാക്റ്റഡ് ആണെങ്കിൽ അവർ പോയിട്ട് ആ മെറ്റീരിയൽസിനെ അവർ അതുപോലെ തന്നെ ടേക്ക് കെയർ ചെയ്യും. ചില കുട്ടികൾ കണ്ടിട്ടില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോയ് ആണെങ്കിൽ അത് നല്ല പോലെ അവർ സൂക്ഷിച്ച് വെക്കും, അല്ലെ. ഇപ്പൊ അതിനെയും പിടിച്ചിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ കുട്ടികളുടെ കാര്യം. അവർക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് അത് വളരെ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യും. അപ്പം ആ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് കൊടുക്കുമ്പോൾ ആ ഒരു ആക്ടിവിറ്റി അവർ കോൺസെൻട്രേഷനോട് കൂടി കൊടുക്കും. പല ഡെവലപ്മെന്റും ആണ് അവിടെ പോസിബിൾ ആകുന്നത്. ആ ഒരു നമ്മൾ ഫ്രീഡം കൊടുത്തത് കൊണ്ടുള്ള ആ ഒരു എന്ന് പറഞ്ഞാൽ അവരുടെ ഡെവലപ്മെന്റിലാണ് അതിന്റെ റിസൾട്ട് കാണിക്കുന്നത്. അല്ലാതെ നമ്മളായിട്ട് ഒരെണ്ണം കൊടുത്ത് ഇത് ചെയ്യാൻ പറയുമ്പോൾ അവരതിൽ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കുഴപ്പമില്ല, സെയിം റിസൾട്ട് തന്നെ. പക്ഷെ അവർക്ക് ആ താല്പര്യം ഇല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അപ്പൊ ഈ ഓട്ടോ എഡ്യൂക്കേഷൻ അതാണ് മോണ്ടിസോറി മെത്തേഡിൽ വരുന്നത്. കുട്ടികൾ തന്നെ പഠിക്കുന്നു പല കാര്യങ്ങളും. അതാണ് മോണ്ടിസോറി. ലാംഗ്വേജ് ആണെങ്കിലും അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണെങ്കിലും ഇതുപോലെ തന്നെ വെയിറ്റ്, ലാർജ്, സ്മോൾ കൺസെപ്റ്റ്, ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫ്രീഡം ഓഫ് സ്പീച്ച്. ട്രഡീഷണൽ സ്കൂൾ വെച്ചിട്ട് മോണ്ടിസോറി ക്ലാസ് റൂം ഡിഫറെന്റ് ആണ്. വി നോ ദാറ്റ്. അവർക്ക് സംസാരിക്കാം, അല്ലാതെ ആരും സംസാരിക്കരുതെന്ന് പറഞ്ഞ സ്ട്രിക്ട് ഓർഡർ ഒന്നും അവിടെ ഇല്ല. അതുപോലെ തന്നെ സംസാരിക്കുന്നതിന്റെ പേര് എഴുതാനും അവിടെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. വേണമെങ്കിൽ അവർക്ക് മറ്റു കുട്ടികളുമായി ചേർന്നിരുന്ന് ഒരുമിച്ച് ആക്ടിവിറ്റി ചെയ്യാം. അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ ഒരു വൈബ് തോന്നി, ഒരു ഫ്രണ്ട് എന്ന് തോന്നുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഉണ്ടല്ലേ, അവർക്ക് ചില അവരുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്, ഭയങ്കര ഒരു ക്ലോസ്, അത് ചെറുപ്പത്തിലെ ക്ലാസ് തുടങ്ങി അങ്ങനെ വലുതാവുമ്പോഴേക്കും അത് ചിലരിൽ അത് തന്നെ അങ്ങനെ തന്നെ വരും. പക്ഷെ എനിക്കൊന്നും അങ്ങനെയൊന്നും ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 4th സ്റ്റാൻഡേർഡിൽ എനിക്ക് നല്ല ഭയങ്കര ക്ലോസ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്കൂള് 4th സ്റ്റാൻഡേർഡ് വരെയുള്ളൂ. ആ സ്കൂളിന്റെ തൊട്ടപ്പുറത്തെ കോമ്പൗണ്ടിൽ അടുത്ത സ്കൂള് 5th to 10th വരെയും ഗവൺമെന്റ് സ്കൂൾ, മറ്റേതൊരു മാനേജ്മെന്റ് സ്കൂളുമായിരുന്നു. ഇവിടുന്ന് കുട്ടികളെ ഈ സ്കൂളിലേക്കാണ് ചേരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഈ സ്കൂളിലേക്ക് ചേർന്നു. 5ാം ക്ലാസ് ആ ഒരു ഏജ് നോക്കണം. ആ ഒരു സമയത്ത് ഞങ്ങൾ 2 ഡിവിഷനിലായി. 1ാം ക്ലാസ് തുടങ്ങി ഒന്നല്ല, ഞങ്ങൾ നഴ്സറിയിൽ പഠിപ്പിച്ചായിരുന്നു. 4th സ്റ്റാൻഡേർഡ് വരെ ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ അടുത്തടുത്ത് ആണ് ഇരുന്നത്. പക്ഷെ 5th സ്റ്റാൻഡേർഡ് വന്നപ്പോ 2 ക്ലാസ്സായി. 2 ക്ലാസ്സായി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആൾക്ക് വേറെ കുറെ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ എനിക്ക് മിണ്ടാതായി. അങ്ങനെ പിന്നെ അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല. ഞാൻ പിന്നെ അങ്ങ് ഒറ്റപ്പെടുമായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുവരെ പക്ഷെ എനിക്ക് മനസ്സിൽ ഇപ്പോഴും ആളുണ്ട് കേട്ടോ. അനീഷ എന്ന പേര്, അനീഷ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. പക്ഷെ ആ ഒരു 5th വെച്ച് 2 ക്ലാസ്സായി. നമ്മളുടെ ആ ഒരു ഏജിന്റെ മെച്യൂരിറ്റി കൊണ്ടോ പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടേ ഇല്ല. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് എപ്പോഴും ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടുന്നില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ കുട്ടികളുടെ കാര്യം. അവർക്ക് ആ ഒരു സർട്ടൻ പേഴ്സണോട് ഒരു അട്രാക്ഷൻ വന്നു കഴിയുമ്പോൾ ഭയങ്കര കൂട്ടായിരിക്കും. വീട്ടിൽ വന്ന ആളുടെ വിശേഷം പറയലും, പിന്നെ പാരന്റ്സ് തമ്മിൽ കണക്ഷൻ ആവും. അങ്ങനെ ഇവിടെ മോന്റെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയുണ്ട്. അങ്ങനെ ഇപ്പം 7th കഴിഞ്ഞപ്പോഴേക്കും അവന്റെ ഒരു ഫ്രണ്ട് വേറൊരു സ്കൂളിലേക്ക് പോയി. ഭയങ്കര കരച്ചിലായിരുന്നു ആ കുട്ടി. അവനും ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു, +1 +2 ആകുമ്പോൾ ആ കുട്ടി പോയ സ്കൂളിൽ +1 +2 ഉണ്ട്. മോൻ പഠിക്കുന്ന സ്കൂളിൽ ആകുമ്പോഴേക്കും ഞാൻ അവിടെ ചേർക്കാം. അപ്പൊ അതിങ്ങനെ വെയിറ്റ് ചെയ്യുക +1 ആകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 9ലേക്ക് ആയിട്ടുള്ളൂ. +1 ആകുമ്പോഴേക്കും ഇവൻ വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അമ്മ എന്നോട് പറഞ്ഞു. അതിന്റെ അമ്മയുടെ പേരും ജിഷാന്ന് കേട്ടോ. അപ്പൊ അങ്ങനെ ഭയങ്കര ക്ലോസ് ആണ് ഞങ്ങൾ തമ്മില്. അപ്പൊ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക +1 ആകാൻ. ആ ഒരു അറ്റാച്ച്മെന്റ് ഇവർക്ക് നഴ്സറി ക്ലാസ് തുടങ്ങിയിട്ടുള്ള ആ ഒരു അടുപ്പമാണ് ഇവര് നല്ലൊരു ബോണ്ടിങ് ആയി. അങ്ങനത്തെ കുട്ടികളുടെ ഓരോ രീതിയിലും അവർക്ക് ഒരാളോട് അടുപ്പം തോന്നുന്നതും
അകന്നു പോകുന്നതും അതിനൊക്കെ ഓരോ ആ ഒരു ഏജിൽ വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അവർക്ക് ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്ന് ആക്ടിവിറ്റി ചെയ്യണം, അവരുമായിട്ട് ചേർന്ന് പല കാര്യങ്ങളും ഷെയർ ചെയ്യാം, സംസാരിക്കുന്നു. അപ്പം ഗ്രൂപ്പിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ലാംഗ്വേജിൽ ഡെവലപ്മെന്റ് ഉണ്ടാകും. മറ്റുള്ള അവിടെ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലല്ലോ മോണ്ടിസോറി മെത്തേഡിൽ. അവർ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് അവിടെ ഇല്ല. അവര് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നു, ഒരു മ്യൂച്വൽ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു റെസിപ്രോക്കൽ ഹെൽപ്പ്. അത് സ്പോണ്ടേനിയസ് ആയിട്ട് അവർക്ക് വരുന്നത് ഒരു ഗ്രൂപ്പിലേക്ക് മേർജ് ആകുമ്പോൾ. നമ്മൾ അതുപോലെ തന്നെയല്ലേ, നമ്മളൊരു ഗ്രൂപ്പിലാകുമ്പോഴേക്കും ആ ഗ്രൂപ്പിൽ ഒരാൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കലി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ നമ്മൾ ഇഷ്ടപ്പെടും. അതാണ് ഇവിടെ നടക്കുന്നത്. ഡിസയർ ടു ഹെൽപ്പ് അതേഴ്സ്. യെസ്. അതുകൊണ്ട് ടീച്ചർ ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആണ്. അതുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ ഒരു സെൽഫിഷ് ഒരു ബോധം വരുന്നില്ല ശരിക്കും പറഞ്ഞാല്. അല്ലെങ്കിൽ കോമ്പറ്റീറ്റ് മൈൻഡ് ആവുമ്പോൾ മാർക്ക് കൂടുതലായാല് മറ്റുള്ളവർക്ക് ദേഷ്യമാവും. കാരണം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. ഇവിടെ മോള് അത്യാവശ്യമായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അവള് വന്നതിന് ശേഷം ആദ്യം ഫസ്റ്റ് ആയ കുട്ടിയൊക്കെ ഇപ്പം സെക്കൻഡ് പൊസിഷനിലാണ്. അപ്പൊ ആ കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണ് മോളോട്. അങ്ങനെ സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ നമ്മള് ലാസ്റ്റ് വെക്കേഷന് പോയിരുന്നല്ലോ, അപ്പൊ മോള് പോകുന്നെന്ന് പറഞ്ഞപ്പോ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിപ്പോ ടീച്ചർ ഇപ്പൊ പറയുമ്പോഴാണ് ശരിക്കും അതിന്റെ ഇത് മനസ്സിലാവുന്നത്. ആ ഒരു കോമ്പറ്റീറ്റ് മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികളൊക്കെ നല്ല എന്താ പറയുക നിസ്വാർത്ഥരാണ്. പക്ഷെ ഇപ്പൊ ഭയങ്കര സെൽഫിഷ് ആണ്. അപ്പം മോള് ഇപ്പൊ ഓഗസ്റ്റിലാണ് തിരിച്ചു വന്നതിന് ശേഷം ആ കുട്ടി അങ്ങനെ മിണ്ടാറൊന്നുമില്ല. കാരണം ഇവള് ഫസ്റ്റ് ആയിട്ട് ആ കുട്ടിയുടെ ആ പൊസിഷൻ മാറിയതുകൊണ്ട് ഭയങ്കര ദേഷ്യമാണ്. ഇപ്പോഴും സംസാരിക്കാറൊന്നുമില്ല. അപ്പൊ അത് ആ ഒരു എൻവയോൺമെന്റിൽ അത് ചില പാരന്റ്സും ആ ഒരു കോമ്പറ്റീവ് മൈൻഡ് ആക്കാൻ നോക്കും കുട്ടികളെ, അല്ലെ? അവരെക്കാളും നമ്മളുടെ കുട്ടി ഓക്കെ ആയിരുന്നിരിക്കാം, കുട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഒരു 2-3 മാർക്ക് കൂടുതൽ കിട്ടിയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ചോദിക്കും ക്ലാസ്സിലെ ഫസ്റ്റ് ആരാ? നമ്മുടെ കുട്ടിയുടെ മാർക്ക് നോക്കി അവനെ ഒന്ന് ഹഗ് ചെയ്യുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. അവളെ ആരെയും ആണെങ്കിലും ഏറ്റവും ടോപ്പ് മാർക്ക് എത്രയാ, നീ ഇത്ര മാർക്ക് എവിടെ കൊണ്ടുപോയി കളഞ്ഞു? ഇപ്പോഴത്തെ പാരന്റ്സ് കുറെ ഒന്നും അങ്ങനെ ചോദിക്കുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെയുള്ള ഒരു കാലം അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്നവരുണ്ടായിരുന്നു. എവിടെയെങ്കിലൊക്കെ ഒറ്റപ്പെട്ട സംഭവം പോലെ എവിടെയെങ്കിലൊക്കെ കാണുമായിരിക്കും അങ്ങനെയുള്ള ഒരു പാരന്റ്സ്. ഈ ഇത്രയും മാർക്ക് നീ എവിടെ കൊണ്ടുപോയി കളഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം. സോ എങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അത്രയും 100-ൽ മേ ബി ഒരു 98 മാർക്കായിരിക്കും. 2 മാർക്ക് എവിടെ പോയി? 98 അതൊരു ഗ്രേറ്റ് മാർക്കാന്നോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഇവിടെ മോന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ പഠിക്കുന്നത്? പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് മാത്രം ആൾ എന്തൊക്കെയൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ പോകും, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോ ഒരു പ്രാവശ്യം ഈ ഇവർക്ക് 2 മെയിൻ എക്സാംസും ബാക്കി 2 യൂണിറ്റ് ടെസ്റ്റ് പോലെയാണ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ നടത്തിയ ഒരു എക്സാമിന് കമ്പ്യൂട്ടറിന് ആള് ഫെയിലായി. ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ ചോദിച്ചു നിനക്ക് കമ്പ്യൂട്ടർ ടഫായിരുന്നു എന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അത്. ഞാൻ ഇതിന്റെ പോർഷൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് നോക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. പക്ഷെ തന്നെ ആള് സ്ട്രഗിൾ ചെയ്തു. കാരണം വൺസ് ഒരു ഫെയിലിയർ സംഭവിച്ചപ്പോൾ നെക്സ്റ്റ് ടൈം ഐ ഹൗ ടു മേക്ക് ഇറ്റ് അപ്പ് എന്ന് ആൾക്ക് തന്നെ തോന്നി. ഞാൻ അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് വാങ്ങിച്ചോളണം, മര്യാദയ്ക്ക് പഠിച്ചോ, അങ്ങനത്തെ കമന്റ്സ് ഒന്നും നമ്മുടെ സൈഡിൽ നിന്ന് വന്നില്ല. ഓക്കെ, അപ്പൊ അത് കാരണം ഹി ഈസ് വെരി ഓക്കെ വിത്ത് ദാറ്റ്. ആ മാർക്ക് കുറഞ്ഞാലും ആദ്യമായിട്ടാട്ടോ ഫെയിൽ വന്നത്. വളരെ കുറവൊക്കെ വന്നിട്ടുണ്ട്, ഒരു ജസ്റ്റ് പാസ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് കുറഞ്ഞാലും വന്ന് പറയാൻ ഒരു പേടിയുമില്ല. ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നല്ലാതെ ഒളിച്ചു വെക്കലൊന്നുമില്ല. പരീക്ഷ പിന്നെ മെയിൻ എക്സാം വന്നു. കമ്പ്യൂട്ടറിന്റെ എക്സാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാ എക്സാം കഴിയുമ്പോൾ ഞാൻ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു. പറയും കമ്പ്യൂട്ടറിന്റെ എക്സാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ ചോദിക്കണേന് മുമ്പ് എന്നോട് പറഞ്ഞു നന്നായിട്ട് എന്നെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് കുറവായിരുന്നല്ലോ. അപ്പൊ വളരെ കോൺഫിഡന്റ് ആയിട്ട് എന്നോട് പറയാണ് ഇപ്രാവശ്യം നല്ല മാർക്കായിരിക്കും. അങ്ങനെ ഓപ്പൺ ഹൗസിന് ചെന്നു. ഏപ്രിലായിരുന്നു. ചെന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് വാങ്ങിച്ചപ്പോ അവൻ പറഞ്ഞത് കറക്റ്റ്. നല്ല മാർക്ക് 90% അബോവ് കമ്പ്യൂട്ടറിന് മാർക്ക് ഉണ്ട്. ആ മാർക്ക് കിട്ടിയതിൽ തന്നെ കുട്ടി മനസ്സിലാക്കി എനിക്ക് ഒരു കുഴപ്പം അവിടെ പറ്റി. സോ ഐ ഹൗ ടു മേക്ക് ഇറ്റ് അപ്പ് എന്നൊരു ഫീല് വന്നു. അപ്പൊ ഞാനവിടെ പേടിപ്പിച്ച് ഷൗട്ട് ചെയ്തിരുന്നെങ്കിൽ അവന് ഒരിക്കലും കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു സബ്ജക്ട് പഠിക്കാൻ പറ്റില്ലായിരുന്നു. അവൻ തന്നെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. കുത്തിയിരുന്ന് പഠിക്കാത്ത ക്യാരക്ടർ ആണെങ്കിലും അവിടെ എനിക്കൊരു പ്രശ്നം പറ്റിയത് എന്റെ പ്രോബ്ലം കൊണ്ടാണല്ലോ എന്ന് സ്വയം മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. നമുക്ക് നമ്മളുടെ മക്കൾ അങ്ങനെ ആയാൽ മതി. ഐ ഹാവ് ടു മേക്ക് ഇറ്റ്. എന്റെ
ഐ ഹാവ് ടു ട്രൈ ഇറ്റ് ആസ് മൈ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അതുപോലെ എനിക്ക് ചെയ്തെടുക്കണം. ആ ഒരു ഫീല് നമ്മളുടെ കുഞ്ഞുങ്ങളിൽ വന്നാൽ മതി. ഞാൻ എന്റെ പൊട്ടൻഷ്യൽ മാക്സിമം യൂസ് ചെയ്യണം, ആ ഒരു ഫീല് വരണം. പലപ്പോഴും പല പല ക്ലാസ്സിലാവുമ്പോൾ ഈ പ്രഷർ, സ്ട്രഗിള് എല്ലാം കൊണ്ടാണ് ഇവർക്കൊന്നും ഡീൽ ചെയ്യാൻ പറ്റാതായി വന്നത്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, മോള് അവളുടെ ഇഷ്ടമായിരുന്നു ഹോസ്റ്റലിൽ നിന്ന് +1 +2 പഠിക്കണം എന്നുള്ളത്. 10th വരെ ഞാൻ വീട്ടിൽ നിൽക്കുള്ളൂ. 7th സ്റ്റാൻഡേർഡ് തുടങ്ങി പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു കാര്യം. അങ്ങനെ അവൾക്ക് അത് താല്പര്യമായി. പിന്നെ നമ്മൾ മെഡിസിന് പോകാനോ എഞ്ചിനീയറിംഗിന് പോകാനോ ഒന്നും ഫോഴ്സ്ഫുള്ളി പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ ഈ കുട്ടിക്ക് ആ 7th സ്റ്റാൻഡേർഡ് തുടങ്ങി ഫോറൻസിക്കിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിന് പ്രൊഫഷണൽ കോഴ്സിനോടും താല്പര്യമില്ല. ഡിഗ്രി സയൻസ് എടുത്തിട്ട് ഒന്നുമില്ലെങ്കിൽ PG ഫോറൻസിക്കിന് ചെയ്യാനോ അല്ലെങ്കിൽ ഡിഗ്രി PG ചെയ്യാനോ അങ്ങനെ എനിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓക്കെയോ അതായിരിക്കും ഇഷ്ടം, എങ്കിൽ അങ്ങനെ പോട്ടെ അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഈ ഹസ്ബൻഡ് ഇവിടെ ഇരുന്ന് പറയുകയാണ്, ഹസ്ബൻഡിന് ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം. നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി ആയിരുന്നല്ലോ. പ്രീ ഡിഗ്രി നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പുകാർക്ക് ഓപ്ഷനും ഉണ്ട്. ഇപ്പോഴത്തെ ബയോമാത്സ് എന്ന് പറയുന്ന പോലെ മാത്സും കൂടെ അഡീഷണൽ എടുത്ത് പഠിക്കാം. അപ്പൊ അവർക്ക് എഞ്ചിനീയറിംഗും എഴുതാം, മെഡിസിനും എഴുതാം. അങ്ങനെ ആൾക്ക് MBBS പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. MBBS കിട്ടാൻ ഭയങ്കര ടഫല്ലേ. അങ്ങനെ ആലോചിച്ച് പ്രീ ഡിഗ്രിക്ക് ഈ കോളേജിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പ് എഴുതണോ ഫസ്റ്റ് ഗ്രൂപ്പ് ഇടണോ, അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിൽ വന്ന അവസാനം ഇങ്ങനെ അറിയാതെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ചെന്ന് ടിക്ക് ചെയ്തു. അങ്ങനെ പിന്നെ ആള് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു. പിന്നെ എഞ്ചിനീയറിംഗിന് പോവുക ചെയ്തു. അപ്പൊ ഇവരിങ്ങനെ വളർന്നു വരുമ്പോഴേ ഇവരാരെങ്കിലും മെഡിസിൻ വിടണം. ഇപ്പൊ അങ്ങനെ വിടല്ല, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ പോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഈ ഫോറൻസിക് എന്ന് പറയുമ്പോഴും ഹസ്ബൻഡ് പറയും മെഡിസിൻ വിടണം. ഞാൻ പറയും അവളെന്താ ഇഷ്ടമുള്ള വെച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇവളെ കാണാൻ പോകുന്ന ഡോക്ടർ, ഒരു ഫിസിഷ്യൻ, ഇപ്പൊ ഡോക്ടർ ഇങ്ങനെ ഉള്ളൊരു വിശേഷമൊക്കെ ചെയ്തു കേട്ടോ. ഫോറൻസിക് ആണ് താല്പര്യം. നമുക്ക് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഡിഗ്രി എടുത്ത് ഫോറൻസിക്കിന് പോകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വാല്യൂ MBBS കഴിഞ്ഞിട്ട് ഫോറൻസിക് സർജറി ആയിട്ട് പോകുന്നതാണ് വാല്യൂ. നിങ്ങൾക്ക് ആ പോകുന്ന ആ ഒരു ലൊക്കേഷനിൽ അതിനനുസരിച്ചൊരു റെസ്പെക്ട് ഉണ്ടാവും. പോലീസുകാരും കൂടെ വരുന്നൊരു ടീമാണല്ലോ, പോലീസുകാരൊക്കെ അതിനനുസരിച്ച് റെസ്പെക്ട് ചെയ്യും. അതേസമയം നമ്മൾ അല്ലാതെ ഇങ്ങനെ ഡിഗ്രി എടുത്ത് പോവുകയാണെങ്കിൽ നമ്മള് ഇവരുടെ കീഴിൽ അണ്ടർലൈനിൽ പോലീസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് അവരുടെ ഇൻസ്ട്രക്ഷൻസ് കേൾക്കേണ്ടതായി വരുന്നുള്ള രീതിയിലുകൾ. അതുകൂടാതെ കരിയർ ഗൈഡൻസിന് സാറ് സ്കൂളിൽ വന്നപ്പോൾ സാറ് പറഞ്ഞു യെസ് ഇത് MBBS കഴിഞ്ഞിട്ട് പോകുക എന്നുള്ളത്. ഇവരുടെ രണ്ടുപേരുടെയും വാക്കുകൾ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തു. മനസ്സിലോടെ അവള് മെഡിസിന് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ച് അവിടെ ബ്രില്യന്റിന്റെ കോച്ചിങ് സെന്ററിൽ ചേർന്നു. അതിനടുത്തുള്ള സ്കൂളില്, ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ ആ ബ്രില്യന്റുകാരെ സ്കൂളുമായിട്ട് ടൈപ്പാണ്. അവരവിടെ വന്ന് ക്ലാസ് എടുക്കും സാറ്റർഡേ സൺഡേ. ആഴ്ചയിൽ 7 ദിവസം ഫുള്ളി എൻഗേജ്ഡ്. ഭയങ്കര ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് പോയ പ്രണവി എന്നാണ് മോളുടെ പേര്. പ്രണവിനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പ്രണവിയുടെ ഒരു പ്രേതമായി മാറുവാണോ എന്ന് എനിക്കൊരു സംശയം. അവൾ ഭയങ്കര വീക്കാവുന്നു. അവൾക്ക് ഇൻസോംനിയ, ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ആൻസൈറ്റി, ഡിപ്രഷൻ, ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു നമുക്കത് വേണ്ട, നിനക്ക് പറ്റുന്ന പോലെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അതായത് സ്കൂളിലെയും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു. ഇവർ നടത്തുന്ന മോക്ക് ടെസ്റ്റുകളിലെല്ലാം സ്കോറിൽ വരുന്നുണ്ട്, പക്ഷെ സ്കൂളിലെ മാർക്കിങ്ങിന് ഭയങ്കര കുറയുക. അങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു കാരണം എല്ലാ കുട്ടികൾക്കും രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ചില കുട്ടികൾക്ക് പറ്റും, അവർക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ചില കുട്ടികൾക്ക് പറ്റില്ല. അപ്പൊ അവരങ്ങനെയാണ് +2 കഴിയുമ്പോൾ 1 വർഷം ബ്രേക്ക് എടുത്തതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് വേണം എന്നുള്ളവര്. പക്ഷെ രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. എന്റെ മോൾക്ക് അത് പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ അവളോട് പറഞ്ഞു നീ ഇവിടെ സ്റ്റോപ്പ് ചെയ്തോളൂ, ഈ കോച്ചിങ് ഇനി ചെയ്യണ്ട, സ്കൂളിലെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അവൾ പറഞ്ഞു അല്ല ഞാൻ ഇത്രയും ദൂരം വന്നില്ലേ, ഫീസ് കൊടുത്തില്ലേ, എന്തായാലും ഞാനിത് ചെയ്യും, അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും വഴക്ക് പറഞ്ഞാലോ. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും എല്ലാവരും പറഞ്ഞിട്ട് എന്നെ അത് ബാധിക്കില്ല. നമ്മളിപ്പോ നോക്കുന്നതിന്റെ ഒരു കംഫർട്ടബിലിറ്റി, നിനക്ക് പറ്റുന്നില്ലെങ്കിൽ അപ്പോഴേ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തോ. ഇല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം ഹോസ്റ്റലിൽ നിന്ന് കോള് വരുവാണ് എനിക്ക്, ഭയങ്കര കരച്ചില്, അമ്മയെ കാണണം, ഭയങ്കര കരച്ചില്. പിന്നെ അപ്പൊ തന്നെ വേഗം അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോയി. ഒരു 3 hours ജേണി ഉണ്ട് വൺ സൈഡ്. അങ്ങനെ ചെന്നപ്പോഴേക്കും കാണുന്നത് കണ്ടാൽ മനസ്സിലാവില്ല ആ ഒരു രൂപം, ആ ഒരു കോലത്തിൽ നിൽക്കുക. അപ്പൊ തന്നെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, സിസ്റ്റേഴ്സ് ഇറങ്ങുന്ന ഒരു കോൺവെന്റ് ആണ് ഒരു ഹോസ്റ്റല്, ഈ നിർത്തണ്ട കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവളുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് പോയി ചെല്ലും. അപ്പൊ ഞാൻ ഓർത്തു കുറച്ച് സമയം കൊടുത്തു, തന്നെ ആവുമ്പോ റെഡിയായി വരട്ടെ.
2-3 days ഈ കുട്ടി ആ റൂമിനകത്ത് തന്നെ ഇരുന്നു. ഭക്ഷണം കഴിക്കാൻ മാത്രം താഴെ വരും, ഒന്നും സംസാരിക്കില്ല, മുള്ളിക്ക് വരും. ഞാൻ ഇടയ്ക്ക് ചെല്ലും, ഞാൻ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറയും, അവളതങ്ങ് കേൾക്കും. അത് കഴിയുമ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് പോയി. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മള് റൂമിൽ നിന്ന് പുറത്തു വന്നു. വാ നമുക്ക് സിനിമ കാണാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. വീട്ടില് തന്നെ മൂവി കാണാനായിട്ട് ഇരുന്ന് ഏതോ ഒരു മൂവി ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞു ആൾ ഓക്കെ ആയി. പറയാൻ എനിക്ക് ഇനി ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകാം. നീ ബ്രില്യന്റിന്റെ കോച്ചിങ് നീ ചെയ്യണ്ട, അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ ഓക്കെ ആയി. ഒരു ക്ഷീണമൊക്കെ മാറി, ഭയങ്കര മിടുക്കിയായി അങ്ങനെ ഇരിക്കും. അങ്ങനെ ബ്രില്യന്റിന്റെ കോച്ചിങ് നിർത്തിയിട്ട് 1 വർഷമേ പോയുള്ളൂ. സ്കൂളില് നല്ലപോലെ, പിന്നെ സ്കൂളിൽ നല്ല മാർക്കായി തുടങ്ങി. മാർക്കിന്റെ അല്ല, കാരണം ഇവർക്കൊരു ക്രൈറ്റീരിയ തന്നെയാണല്ലോ ഇവിടെ പോകുമ്പോഴും, 10th +2 മാർക്കെല്ലാം. ഇങ്ങനെ നമ്മളുടെ കുട്ടികൾ ഓരോ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്കത് മനസ്സിലായാൽ നമ്മൾ തന്നെ മതി അവർക്കുള്ള മരുന്ന്. നമുക്ക് എവിടെയും കൊണ്ടുപോകേണ്ടതായിട്ട് വരില്ല. അത് കഴിയുമ്പോൾ അവള് ഭയങ്കര മിടുക്കി, അവള് ഭയങ്കര ഓക്കെ ആയി. അപ്പൊ എന്നോട് ചോദിച്ചു, എനിക്ക് എത്ര മാർക്ക് കിട്ടുമായിരിക്കും +2 എന്ന് ചോദിച്ചു. എനിക്കൊരു എന്റെ മനസ്സിൽ എത്ര പറയണം എന്നറിയില്ല കേട്ടോ, കാരണം +2 കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടില്ല, അത്ര ലിബറൽ അല്ലല്ലോ 10th പോലെ. പിന്നെ അപ്പുറം ഒരു 90% അബോവ് കിട്ടുമായിരിക്കും. ഇല്ല, എനിക്ക് 10th കൂടുതൽ മാർക്ക് കിട്ടും. 10th 94 കേട്ടോ. അത് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു. എനിക്ക് അറിയില്ല, റിസൾട്ട് വന്നിട്ടില്ല, റിസൾട്ട് വരുമ്പോൾ നിങ്ങളോട് പറയാം. ഇപ്പം അങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്. ആളുടെ ഒരു +1 +2 ആകുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ സബ്ജക്ട് പഠിച്ചു വരുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് എന്റെ ഫീൽഡ് ഏതാന്നുള്ളത്. അല്ലാതെ നമ്മള് ഇവരെ 10th കഴിയുമ്പോഴേക്കും അവർ ചിലപ്പോൾ പറയുമായിരിക്കും എനിക്ക് നീറ്റ് പ്രിപ്പയർ ചെയ്യണം, എഞ്ചിനീയറിംഗിന് പോകണം, ആ ഒരു രീതിയിൽ പറഞ്ഞ് കോച്ചിങ്ങിനൊക്കെ പോയാലും ഇവർക്കൊരു ഡീവിയേഷൻ വരാൻ ചാൻസസ് ഉണ്ട് ഈ +1 +2 ഏജിൽ. അപ്പൊ അവളുടെ ഡ്രീം കരിയർ എന്ന് പറയുന്നത് പൈലറ്റ് ആവുക എന്നുള്ളതാണ്. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുക. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ച് നല്ലൊരു ഫ്ലൈയിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമ്മൾ ചേർത്തില്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് വെറുതെ ആയി പോകും. കാരണം ജോബ് നല്ലത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ലയബിലിറ്റീസ് ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അതൊക്കെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകണം. എഡ്യൂക്കേഷൻ ലോൺ എടുത്താലും ഈ പറയുന്ന കുട്ടിക്ക് ജോലി കിട്ടി റീപേ ചെയ്യാനുള്ള ടൈമൊന്നും അല്ലല്ലോ ബാങ്ക് തരുന്നേ. അവര് കോഴ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞ് കുറച്ച് ടൈമും കൂടെ തരും, പിന്നെ റീപേയുടെ ടൈം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കോഴ്സ് കഴിയുന്നതേ ഇവർക്ക് ജോലി കിട്ടാവുന്ന രീതിയിൽ ഉള്ള ട്രെയിനിങ് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മൾ പ്രിഫർ ചെയ്യണം. അപ്പൊ +2 കഴിയുമ്പോഴാണ് നമ്മളുടെയൊക്കെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെ വേണം, എന്ത് വേണം എന്നുള്ളത് ഇവർ തീരുമാനിക്കുന്നതും അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അന്വേഷിക്കാൻ പോകുന്നത്. എഞ്ചിനീയറിംഗ് മെഡിസിൻ പറയുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാം. പക്ഷെ അല്ലാതൊരു കോഴ്സ് ഇവർ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ്, അതിന് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അതിന്റെ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പിന്നെ അത് പഠിച്ചിറങ്ങി ആരെങ്കിലും ഉണ്ടോ റെഫറൻസ്, അവരുമായിട്ട് നമുക്കൊരു കൺസൾട്ടേഷൻ കിട്ടും. ഇങ്ങനെ കുറെ ഏരിയയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. +2 വരെയും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. പക്ഷെ ആഫ്റ്റർ +2 വരുമ്പോഴാണ് ഈ കുട്ടികൾ അവരുടെ വഴികളിലേക്ക് പോകുന്നത്. സോ അവിടെ നമ്മുടെ സപ്പോർട്ട് അത്യാവശ്യം തന്നെയാണ്. ഓക്കെ, ഞാനിപ്പോ ഈ ഫ്രീഡം ഓഫ് ചോയ്സ്, അവർ മെറ്റീരിയൽസ് ചൂസ് ചെയ്യാനും ഫ്രീഡം ഓഫ് സ്പീച്ച്, ഗ്രൂപ്പ് ഡൈനാമിക്സിലേക്ക് അവർ വരുന്നതും, ഇതെല്ലാം ശരിക്കും ആ ഒരു എല്ലാ ഏജിലും ഇവർക്ക് ഈ ഒരു ഫ്രീഡം, അത് വിത്തിൻ ദ ലിമിറ്റ്സ് തന്നെ. അവർക്ക് ഇഷ്ടമുള്ളതിന് പോട്ടെ എന്നുള്ളതല്ല, അവരതിന് പോയി കഴിഞ്ഞാൽ അവർ സ്ട്രഗിൾ ചെയ്യും, സ്ട്രെസ്സിലാവോ എന്നുള്ളതെല്ലാം നമ്മൾ നോക്കി കാണണം. അപ്പം അതിന്റെ എല്ലാ സൈഡ്സും നോക്കിയിട്ട് വേണം നമ്മളൊരു കുട്ടിയെ ഒരു കോഴ്സിലേക്ക്. പക്ഷെ നമ്മുടെ നിർബന്ധമായിരിക്കരുത്, അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ അവർക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അവരതിനകത്ത് കേപ്പബിൾ ആണെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും നമുക്ക് പറ്റണം. വി ക്യാൻ റിലേറ്റ് ദിസ് ടു എവറി ഏജ് ഓഫ് അവർ ചൈൽഡ്. ഏതൊരു പ്രായത്തിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, ഫ്രണ്ട് സർക്കിൾ, നമ്മൾ അറിഞ്ഞിരിക്കണം ഏതാണ് ഫ്രണ്ട് സർക്കിൾ എന്നുള്ളത്. അവരുടെ പറ്റിയാൽ ആ ഫ്രണ്ട്സിന്റെ പാരന്റ്സുമായിട്ട് നല്ലൊരു കണക്ഷൻ നമുക്ക് വരും. സോ നമുക്ക് സേഫ് ആയിട്ടിരിക്കാം, നമുക്ക് ബുദ്ധിമുട്ടില്ല. അതേസമയം അവിടെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് മനസ്സിലായാൽ ഡെഫിനറ്റ്ലി അത് എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കുട്ടിക്ക് പറ്റണം. അതിനുള്ളൊരു ബോൾഡ്നെസ് ആ ഒരു കുട്ടിക്ക്, ആ ഒരു രീതി. അങ്ങനെ ഓരോ ലെവലിലെ ഫ്രീഡം അറിയാൻ മോണ്ടിസോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാര്യങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോ കാരണം ഈ ഓരോ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്നുള്ളതുണ്ട്.
10 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂം ആണെങ്കിലും 20 കുട്ടികളുള്ള ക്ലാസ് റൂം ആണെങ്കിലും അത്രയും ഒരു ബിഹേവിയർ പാറ്റേണിന്റെ ഒരു പൂളാണ്. പല രീതിയിലുള്ള സ്വഭാവമുള്ളവര് എല്ലാം ഉണ്ടാവുമല്ലോ. പിന്നെ ഫ്രീഡം ടു ഗ്രോ, അവർക്ക് ആ ഒരു എൻവയോൺമെന്റില് അവരുടെ ഒരു ഗ്രോത്ത് അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഉണ്ടാകാറ്. അവരുടെ മെന്റൽ എബിലിറ്റീസ് എല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം. പിന്നെ മോണ്ടിസോറി ക്ലാസ് റൂമിലുള്ള എല്ലാ മെറ്റീരിയൽസും കുട്ടിയുടെ ഇന്നർ സെൽഫ്, ആ ഉള്ളിലുള്ള പല പൊട്ടൻഷ്യലിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ മെത്തേഡിലെ ആക്ടിവിറ്റീസ് അങ്ങനെ തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ പല പൊട്ടൻഷ്യൽസും പുറത്ത് കൊണ്ടുവരാൻ, അത് പ്രേയർ ആണെങ്കിലും ശരി, സൈൻ ഇൻ ആണെങ്കിലും ശരി, സൈൻ ഔട്ട് ആണെങ്കിലും ശരി, ഈവൻ ഒരു തോട്ട് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു കോട്ട് എടുത്തുകൊണ്ട് വരുമ്പോഴേ നിങ്ങൾ ആലോചിക്കും ഇത് റിലവന്റ് ആണോ, ഇത് ക്ലാസ് റൂമിൽ പറയുമ്പോൾ ഇതിൽ നിന്നും നല്ലൊരു മെസ്സേജ് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ. സോ നമ്മൾ അതൊക്കെ ചിന്തിച്ചിട്ടല്ലേ നമ്മൾ ഓരോ ദിവസം ആക്ടിവിറ്റി ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഫ്രീഡം ടു ഗ്രോ എന്നുള്ളതും അതിന് വരും. നമ്മുടെ ആ ഒരു ഇന്നർ സെൽഫ് നമ്മളെ കൊണ്ട് പലതും, ഇന്നർ സെൽഫോ ഇന്നർ ചൈൽഡോ വട്ടെവർ ഇറ്റ് ബി, അത് നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്യും, ആ ഒരു ഫ്രീഡം കിട്ടും. പിന്നെ നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ്, അത് മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് മാത്രമല്ല, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എല്ലാവർക്കും വേണ്ടുന്ന ഒരു കാര്യം, ഫ്രീഡം ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. നമുക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഏതാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംടൈംസ് കൺഫ്യൂസ്ഡ് ആവും. സംടൈംസ് ചിലതിനായിരിക്കും മറ്റൊന്നിനായിരിക്കും പ്രയോറിറ്റി, സംടൈംസ് മറ്റേനായിരിക്കും പ്രയോറിറ്റി. നമ്മളെ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്, സോ ദാറ്റ് മീൻസ് നമുക്ക് തോന്നുന്നു ഐ എം സംതിങ്, അല്ലെ, ഞാൻ വാല്യൂ ചെയ്യുന്നു. ഞാൻ ഒരു കഥ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഒരു കുട്ടി അവന്റെ സ്കൂളിൽ നിന്നും അവന്റെ ഷെൽഫിൽ നിന്നും എല്ലാ മെറ്റീരിയൽസും എടുത്ത് പോകുന്ന വഴിക്ക് ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയ കഥ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ടോ? യെസ് ടീച്ചർ. എന്നിട്ട് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു, അങ്ങനെ അതാണോ? യെസ്, അത് തന്നെ. അപ്പൊ അവന് തോന്നുന്നു ഞാൻ വാല്യൂഡ് ആണ്, എന്നെ കെയർ ചെയ്യാൻ ഒരാളുണ്ട്, എന്നെ കേൾക്കാൻ ഒരാളുണ്ട്, എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് അവൻ ആ ട്രിഗർ പോയത്. സൂയിസൈഡ് ചെയ്യണം എന്നുള്ള തോട്ട് അവന്റെ ഉള്ളിൽ നിന്നും അങ്ങനെയും വൈപ്പ് ഔട്ട് ആയി പോവല്ലായിരുന്നു. അപ്പൊ ടു ബി ലൗഡ് എന്നുള്ള ഒരു ഫീല്, ഐ ആം സംതിങ് ഫോർ സംവൺ എന്നൊരു ഫീല് കിട്ടിയപ്പോഴാണ് അവൻ ആ തോട്ട് കിട്ടിയത്. ഒരു പരിചയമില്ലാത്ത ഒരാളുമായിട്ട് 10 മിനിറ്റ് വാക്ക് ചെയ്തപ്പോഴാണ് അവൻ ആ ഫീല് കിട്ടുന്നത്. സോ അതാണ്. സോ നമ്മുടെ കുട്ടികളെല്ലാരെയും അവർക്ക് സ്നേഹം വേണ്ടതാണ്, അവരെ കെയർ ചെയ്യണം, അഫക്ഷനേറ്റ് ആയിട്ട് അവരോട് പെരുമാറണം, കമ്പാഷനേറ്റ്, എമ്പതി കാണിക്കണം. ഇതെല്ലാം അവരെ അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ തന്നെ വേണം. ഓക്കെ, തിരിച്ചവരും നമ്മളോട് അത് തന്നെ ചെയ്യും. ഓക്കെ ഫൈൻ. സോ നിങ്ങൾ വായിക്കൂ. കുട്ടീസൊക്കെ അടുത്തിരിക്കുന്നുണ്ടോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ടീച്ചർ, ഞാൻ നേരത്തെ പിന്നെ ക്ലാസ്സിന്റെ ഇടയിൽ ഒരു ഡിസ്റ്റർബൻസ് വേണ്ടെന്ന് വെച്ചിട്ടായിരുന്നു. പിന്നെ റെക്കോർഡിന്റെ ടീച്ചർ പറഞ്ഞിരുന്നില്ലേ, അപ്പൊ ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. ശരിക്കും റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടേതല്ല, പിന്നെ PG ക്കൊക്കെ ചെയ്യുമ്പോൾ അവരത് എന്താ പറയാ ആണി അടിച്ചിട്ട് കൊടുക്കുക ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ യെസ്, അതെന്തിനാണ് അങ്ങനെ? നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതൊരു വിലയില്ലാത്ത പോലെ ആവുമല്ലേ ചെയ്യുന്നത് ലാസ്റ്റ്? വേറൊരാൾ ഉപയോഗിക്കാതിരിക്കാനായിരിക്കാം. അത്രയും വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് പിള്ളേരല്ലേ, ഒരാളുടെ പഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ്സ് വാല്യൂഡ് കഴിഞ്ഞു. വേറൊരാൾക്ക് ആ റെക്കോർഡ് കൊണ്ടുവന്ന് അതിനകത്ത് സൈനും സീലും ഒക്കെ മാറ്റാനൊക്കെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, പേരൊക്കെ മാറ്റാനൊക്കെ ആയിട്ട്. അപ്പൊ എന്തോ +2 ഞങ്ങളുടെ +2 റെക്കോർഡൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾക്കും പ്രീഡിഗ്രി ആയിരുന്നു, ഞാൻ ആ സമയത്ത് ഞങ്ങൾക്കും പഞ്ച് ചെയ്തിരുന്നു. എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോഴും പഞ്ച് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. റെക്കോർഡ് ബുക്ക് അല്ല, ഒരു പഞ്ച് ഫസ്റ്റ് പേജ് തുടങ്ങി ലാസ്റ്റ് പേജ് വരെ പോള നമ്മൾ എഴുതിയ ഭാഗത്തൂടെയും വരച്ച ഭാഗത്തൂടെ ഒക്കെ അത് പോകും. ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല. സബ്മിഷൻ എന്നുള്ള കാര്യം ഇവിടെ ഇല്ല. പക്ഷെ കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഞങ്ങൾക്ക് ഇതിനകത്ത് സൈൻ ചെയ്ത് തരുമെന്ന് പറഞ്ഞാൽ അവര് പ്രാക്ടിക്കൽ സെഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന സമയത്ത് അത് കൊണ്ടുവന്നു. അസൈൻമെന്റും സർവേ റിപ്പോർട്ടും റെക്കോർഡും കംപ്ലീറ്റ് ചെയ്തതെല്ലാം കൊണ്ടുവന്ന് സൈനും സീലും ചെയ്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാമിന്റെ സൈനും വാങ്ങിച്ചിട്ട് അവർ പോയി. ഓക്കെ ടീച്ചർ, ഞാനത് കറക്റ്റ് തന്നെയാണോ എന്ന് ചോദിച്ചത് കേട്ടിട്ടുണ്ട്. അങ്ങനെ അല്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായാലും ഉണ്ടാവില്ല എന്നറിയാം, കാരണം മോണ്ടിസറി മെത്തേഡ് ആണല്ലോ, അതിലെന്തായാലും ചെയ്യില്ല എന്ന് 100% ഷുവർ ആണ്.
അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഇത് തന്നെയാണ്. നമ്മളിപ്പോ ആരെ യൂസ് ചെയ്യുന്നതായാലും നമ്മളത് ചെയ്യുമ്പോഴുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ലാസ്റ്റ് അത് ചെയ്യുക എന്ന് പറയുമ്പോ അതൊരു എന്താ പറയാ, ഒരു അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതെ അതെ, നമ്മള് എഴുതിയത് ഒരുമാതിരി കീർക്കളയുന്ന പോലെ തോന്നും. അതേപോലെ തന്നെ ടീച്ചർ, നമ്മുടെ പിന്നെ എക്സാമിന്റെ നമ്മൾക്ക് മാർക്ക് ലിസ്റ്റ് ഉണ്ടോ? ഓരോ സബ്ജക്റ്റിനും ഓരോ മാർക്ക് ഉണ്ട് അല്ലെ? അപ്പൊ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കണം, ഫുൾ അതെ. മാർക്ക്. കാരണം അതിന്റെ സ്പ്ലിറ്റപ്പ് സബ്ജക്ട് ആക്കിയത് തന്നെ ഒരു ഇന്റർവ്യൂ ബോർഡിന് പോകുമ്പോൾ അവർ നോക്കുമ്പോൾ യെസ് ഇവർ ഇതിലൂടെ എല്ലാം പോയിട്ടുണ്ട്, ഇതെല്ലാം ഇവർ പഠിച്ചിട്ടുണ്ട്, അവർ സർവേ ചെയ്തിട്ടുണ്ട്. എന്തിലാ സർവേ ചെയ്തതെന്ന് പോകുമ്പോൾ തന്നെ ചില അടുത്ത് പോയ കുട്ടികളുടെ അടുത്ത് അത് ചോദിച്ചപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അത് ഇംപ്രസീവ് ആയി. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏതൊരു കാലഘട്ടത്തിലും പറ്റിയൊരു ടോപ്പിക്കാണ് അതായത് ചൈൽഡ് കെയർ ഈസ് സയന്റിഫിക് ഓർ നോട്ട് എന്നുള്ളത്. കാലം കഴിയുന്നതോറും അതിന് ഇമ്പോർട്ടൻസ് കൂടി വരുവാണല്ലോ. അതൊക്കെ വളരെ ഇംപ്രസീവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അസൈൻമെന്റ്സ് പലതും ഇംപ്രസീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നല്ലത് തന്നെയാണ്. നമ്മൾ കൈയും വീശി ഇന്റർവ്യൂവിന് പോകുന്നതിന് പകരം ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. ഒരു ഡെമോ ക്ലാസ് എടുക്കുക, നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണോ കോൺഫിഡന്റ് അതങ്ങ് ചെയ്തു തരിക. ആക്ഷൻ സോങ് ആണെങ്കിൽ അത്, സ്റ്റോറി നറേഷൻ ആണെങ്കിൽ അങ്ങനെ. വൈവ സമയത്ത് ഞാൻ ചിലരെ കൊണ്ട് സ്റ്റോറി നറേറ്റ് ചെയ്യിക്കും. ഇത് ഭംഗിയായിട്ടാ ചെയ്തതെന്ന് അറിയോ, ഭയങ്കര രസം. പിന്നെ മാസ്ക് യൂസ് ചെയ്ത് ചിലർ ഫിംഗേഴ്സിൽ ഷേപ്സ് ഉണ്ടാക്കി ഫിംഗേഴ്സ് മൂവ് ചെയ്തിട്ട് അങ്ങനെ സ്റ്റോറി നറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ ടീച്ചർ. അതേപോലെ തന്നെ അപ്പൊ നമ്മളുടെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സർട്ടിഫിക്കറ്റിലെ ഗ്രേഡും അല്ലെ? ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇവിടെ ഫസ്റ്റ് ക്ലാസ് അങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും കൂടെ കമ്പൈൻഡ് ആയിരുന്നു. മുകളിൽ ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് എന്റെ പേര് കൊടുത്തിട്ട് സോ ആൻഡ് സോ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദിസ് പ്രോഗ്രാം PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു എന്റെ സർട്ടിഫിക്കറ്റില്. അതിന്റെ സർട്ടിഫിക്കറ്റിലെ ഒരു ഭാഗം, ഹാഫ് ഭാഗം അതും ബാക്കി ഹാഫില് മാർക്ക് ലിസ്റ്റും. അത് ഗ്രേഡ് ആയിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഡിവിഷൻസ് ഒന്നുമില്ല, ഫസ്റ്റ് ക്ലാസ്സിനോ ഡിസ്റ്റിങ്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ സബ്ജക്റ്റിനും ഇൻഡിവിജ്വലി ഗ്രേഡും കൊടുത്തിട്ടുണ്ടായിരുന്നു, മാർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളുടേത് ഗ്രേഡ് സിസ്റ്റം ആണോ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുന്നത്? ഇപ്പൊ പുതിയ ബാച്ച് ഇറങ്ങുകയാണല്ലോ, രണ്ടും ഉണ്ട്, ഗ്രേഡും കൊടുത്തിട്ടുണ്ട് മാർക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ടീച്ചർ, ഇത്രയായിരുന്നു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ക്ലാസ്സിന്റെ ഇടയിൽ അതൊരു ഡിസ്റ്റർബൻസ് ആവണ്ട, ലാസ്റ്റ് ചോദിക്കാന്ന് വെച്ചിട്ടായിരുന്നു നിന്നത്. ഓക്കെ, എനിവേ താങ്ക് യു ടീച്ചർ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മിസ്. Thank you, Miss.